استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون نحن أولياؤكم في الحياة الدنيا وفي الآخرة ولكم فيها ما تشتهي أنفسكم ولكم فيها ما تدعون نزلا من غفور رحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. وقال النبي صلى الله عليه وسلم إنكم على بينة من ربكم ما لم تظهر فيكم سكرتان سكرة الجهل وسكرة العيش فأنتم تأمرون بالمعروف وتنهون عن المنكر فإذا ظهر فيكم حب الدنيا ولا تأمرون بالمعروف ولا تنهون عن المنكر والقائلون يومئذ بالكتاب والسنة السابقين الأولين من المهاجرين والأنصار أو كما قال عليه السلام. الحمد لله الله سبحانه وتعالى അവന്റെ വലിയ ഔദാര്യങ്ങളിൽ തന്നെ അല്ലാഹുവിന്റെ ദീനിന്റെ പേരിൽ നമ്മുടെ നാടുകളിൽ നിന്ന് യാത്ര ചെയ്ത് നാം വലിയ ഒരുമിച്ച് കൂടിയവരാണ്. അല്ലാഹുവിന്റെ ഒരുമിച്ച് കൂടിയതിനെ കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജാഗ്രതയും നമ്മുടെ വരവിനെയും അല്ലാഹു തആല അവന്റെ തൃപ്തിയുടെ കാരണമാക്കി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ദീനത്തിന്റെ ഉദ്വാദനങ്ങൾ അവൻ ഇഷ്ടപ്പെടുന്നതിൽ പൂർത്തിയാക്കി ഇഷ്ടപ്പെടുന്ന അടിമയായ അല്ലാഹുവിലേക്ക് മടങ്ങുവാൻ നമുക്കെല്ലാവർക്കും മുഅ്മിനീങ്ങളെ സഹോദരന്മാരെ, ശുദ്ധമായ മുഹറം മാസത്തിലെ പ്രധാനപ്പെട്ട സമയങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ഒരു വർഷത്തിന്റെ തുടക്കമാണ് ഇതിനെ സംബന്ധിച്ച്. നമ്മളൊരു വർഷം കഴിഞ്ഞുപോയി. ജീവിതത്തിൽ അല്ലാഹു നൽകിയ സമയത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വർഷം പൂർത്തിയായി. നമ്മെ സംബന്ധിച്ച് അവൻ എല്ലാ സമയത്തും രണ്ട് ചിന്തകൾക്കിടയിൽ, രണ്ട് മനങ്ങൾക്കിടയിലായിരുന്നു. المؤمن بين مخافتين بين أجل قد مضى لا يدري ما الله صانع به وبين أجل قد بقي لا يدري ما الله ظالم به. മുഅ്മിൻ എല്ലാ സമയത്തും രണ്ട് ഭയങ്ങൾക്കിടയിലായിരുന്നു. ഒന്ന് അവന്റെ കഴിഞ്ഞുപോയ ജീവിതം, കഴിഞ്ഞുപോയ വർഷം, കഴിഞ്ഞുപോയ ദിവസം, കഴിഞ്ഞുപോയ മാസം, അതിനെക്കുറിച്ച് മുമ്പിൽ പലയത്തിനായിരുന്നു ചിന്തയുമായി. ആ കഴിഞ്ഞുപോയ സമയത്തെ കുറിച്ച്, കഴിഞ്ഞുപോയ ഓരോ പ്രവൃത്തിയെ കുറിച്ച് എന്തായിരിക്കും അല്ലാഹു എന്നോട് ചോദിക്കുക? അല്ലാഹു എന്നോട് വിധിക്കാൻ കഴിവുള്ളവരാണ്. എത്ര മുന്നോട്ട് വർഷങ്ങൾ ജീവിച്ചാലും അവന്റെ നോട്ടം എപ്പോഴും പിറകിലേക്കായിരിക്കും. കാരണം സെക്കൻഡ് പോലും നമ്മൾ എന്നാൽ വെറുതെ ജീവിക്കുന്നില്ല. ഓരോ സെക്കൻഡുകളും വളരെ വിലപ്പെട്ടതാണ്. ഓരോ സെക്കൻഡിനും മറുപടി പറയേണ്ട അടിമകൾ മാത്രമാണ് നാം. വളരെ എണ്ണി നിശ്ചയിച്ച് നൽകിയ സെക്കൻഡുകളാണ്. എന്റെ ഓരോ ശ്വാസവും അല്ലാഹു എണ്ണി നൽകിയതാണ്, വെറുതെ നൽകിയതല്ല. എന്റെ ഓരോ ശ്വസനവും കൂടി നടക്കുന്നത് അല്ലാഹു എണ്ണി നൽകിയിരിക്കുന്ന ശ്വസനങ്ങളാണ്. വെറുതെ അയച്ച മനുഷ്യൻ ഭൂമിയിലില്ല. വളരെ വിലപ്പെട്ട സമയമാണ് ഓരോ ദിവസവും. ഇതിന്റെ എല്ലാ ദിവസത്തിന്റെ പ്രഭാതത്തിൽ വിളിച്ചറിയിക്കുന്നുണ്ട്, പുതിയ ദിവസമാണ്.
ഇതൊരു പുതിയ ദിവസമാണ് നമുക്ക് ലഭിച്ചത്. നമുക്ക് പുതിയ ദിവസം ലഭിച്ചില്ല. ഇന്നത്തെ ദിവസം ഇന്നലെ പുതിയതായിരുന്നു. ഈ ദിവസത്തിന്റെ പ്രത്യേകത എല്ലാ അമലുകൾക്കും നന്മയാകട്ടെ തിന്മയാകട്ടെ എല്ലാ അമലും സാക്ഷിയാണ്. ഈ ദിവസം ചെയ്യുന്ന മുഴുവൻ നന്മയ്ക്കും തിന്മക്കും ദിവസം സാക്ഷിയാണ്. അതുകൊണ്ട് നീ എന്റെ ഇന്നത്തെ ദിവസത്തെ നിന്റെ സാധാക്കിക്കൊള്ളുക, ഒരുക്കു സാധനമാക്കിക്കൊള്ളുക. അള്ളാഹു നൽകിയിരിക്കും ഓരോ ദിവസവും ഓരോ സെക്കൻഡും ആഖിറത്തിൽ ഒരുക്കു സാധനമാക്കാൻ അള്ളാഹു നൽകിയിരുന്നു. ഓരോ ദിവസവും അള്ളാഹു നൽകിയിരിക്കുന്നതിന് വേണ്ടി ഈ ദിവസത്തിന്റെ പ്രത്യേകത ഇന്നത്തെ ദിവസം പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ കിട്ടുകയില്ല. പക്ഷേ ആഖിറത്തിൽ ആ ദിവസങ്ങൾ കാണുകയും ചെയ്തിരുന്നു. അള്ളാഹു നൽകിയ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട നമ്മുടെ സമയമാണ്. അവന്റെ കരുണ കൊണ്ടാണ് രാവിലെ നമ്മൾ എണീറ്റത്. ഈ വർഷത്തേക്ക് നമ്മൾ പ്രവേശിച്ചത് അവന്റെ കരുണ കൊണ്ടാണ്. അവൻ നൽകിയതാണ്. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ദിവസവും തങ്ങൾ ഉണരുന്ന സമയത്ത് പ്രഭാത സമയങ്ങൾ പറയുമായിരുന്നു, അൽഹംദുലില്ലാഹില്ലദീ ആഫാനി ഫീ ജസദി വറദ്ദ അലയ്യ റൂഹി. അല്ലാഹുവേ, ഞാൻ സ്തുതിക്കുന്നു, നീ എനിക്ക് പ്രഭാതത്തിൽ ആഫിയത്ത് നൽകി നീ എന്റെ റൂഹിനെ എന്റെ ശരീരത്തിലേക്ക് മടക്കി തരികയും ചെയ്തു. അള്ളാഹു മടക്കി തന്നതിന് പിന്നാണ് ഇന്നലെ ഉറങ്ങിയ നമ്മൾ ഇന്ന് പ്രഭാതത്തിൽ ഉണർന്നത്. അള്ളാഹുവിന്റെ ഉദയത്തിന് വേണ്ടി ഉണർന്നത്. നമ്മുടെ സമയം ഇന്നത്തെ ദിവസം ഓരോ വർഷവും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ മുന്നിലുള്ള സമയമാണ് പ്രധാനപ്പെട്ടത്. മഹാന്മാർ പറഞ്ഞ ആരുടെ വലിയ മനസ്സം ഇപ്പോഴത്തെ അവസ്ഥയെ സന്ദർഭത്തെ അവസരമായി മനസ്സിലാക്കി. വളരെ പ്രധാനപ്പെട്ട സമയത്താണ്, വളരെ പ്രധാനപ്പെട്ട സമയമാണ് നമുക്ക് നൽകിയത്. ഓരോ സെക്കൻഡും വിലപ്പെട്ടത്. ആ സമയങ്ങൾ എവിടെയാണോ സൂക്ഷിക്കുന്നത്? മഹാന്മാർ പറയാറുണ്ട്, നിന്റെ ഓരോ സെക്കൻഡും അത് ഖസാനയാണ്, സൂക്ഷിക്കപ്പെടുന്ന പെട്ടിയാണ്. അതാണ് തുറക്കുന്ന സ്ഥലം. ഖബറിലാണ്, ആഖിറത്തിൽ. നമ്മുടെ ഓരോ സെക്കൻഡും സൂക്ഷിക്കപ്പെടുകയാണ്. القبر صندوق العمل وعند الموت يأتيك الخبر. ഖബർ ഒരു അമലിന്റെ പെട്ടിയാണ്. ഖബർ മറ്റൊന്നിന്റെയും പെട്ടിയല്ല. ഖബർ അമലിന്റെ മാത്രം പെട്ടിയാണ്. ദുനിയാവിൽ പലതും നമ്മുടെ കയ്യിലുണ്ടാവും. പക്ഷെ ഖബർ അമലിന്റെ മാത്രം പെട്ടിയാണ്. അവിടെ അമലുകൾ മാത്രമേ കാണപ്പെടുകയുള്ളൂ. ദുനിയാവിൽ കണ്ണുകൊണ്ട് കാണുന്ന വസ്തുക്കൾ മരണത്തോട് പിന്നെ കാണാത്ത വസ്തുക്കളായി മാറും. ദുനിയാവിൽ കണ്ണുകൊണ്ട് കാണാത്ത ചില വസ്തുക്കളുണ്ട്. നമ്മുടെ അമലുകൾ പ്രതിഫലം ഉറപ്പാണ്. ദുനിയാവിലുള്ള വസ്തുവിനേക്കാൾ ഉറപ്പുള്ള വസ്തുവാണ് നമ്മൾ കാണാത്ത ഒരു അമലിന്റെ പ്രതിഫലം. പക്ഷെ അത് കാണുന്ന സമയം ദുനിയാവിലെ ജീവിതം അവസാനിക്കും, ഖബറിലേക്ക് പ്രവേശിക്കും. അപ്പോഴാണ് القبر صندوق العمل وعند الموت يأتيك الخبر. മരണ സമയത്ത് നിങ്ങൾക്ക് അതിന്റെ വിവരം മനസ്സിലാക്കുന്നു. ഖബർ അമലിന്റെ പെട്ടിയാണെന്ന് അല്ലാഹു നൽകിയിരിക്കുന്ന ഓരോ സത്യത്തിന് വിലപ്പെട്ടതാണ്. അത് എവിടെയാണോ സൂക്ഷിക്കുന്നത്, എവിടെയാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത്, അതായത് ഖബറിൽ കാണുക, അതായത് മഹ്ശറിൽ കാണുക. അതുകൊണ്ട് നമുക്ക് ഭാഗ്യമാണ് അല്ലാഹുവിന്റെ ദീനിന്റെ വഴിയിൽ നമ്മുടെ സമയം ഉപയോഗിക്കപ്പെടാൻ സാധിക്കുന്നത്. ഈ സമയം അത് ഉപയോഗിക്കുന്ന സ്ഥലമനുസരിച്ചാണ് സമയത്തിന്റെ വില വരുന്നത്. ദീനിന്റെ വഴിയിൽ നമ്മുടെ സമയം ഉപയോഗിക്കാൻ സാധിച്ചാൽ അത് ഏറ്റവും വിലയുള്ളതായി മാറും. അതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു തആല പറഞ്ഞത്, അബൂബക്കർ റളിയല്ലാഹു തആല എന്നോട്, എന്റെ ജീവിതത്തിന്റെ മുഴുവൻ വർഷത്തെ അമലുകളും താങ്കൾക്ക് ഞാൻ നൽകാം. താങ്കളുടെ ജീവിതത്തിലെ 2 ദിവസത്തിന്റെ അമലുകൾ നൽകിയായിരുന്നു. ഉമർ റളിയല്ലാഹു തആലയുടെ ജീവിതത്തിലെ അമലുകൾ എത്ര വലുതാണ്! തങ്ങൾ പറഞ്ഞു, സൂര്യൻ ഉദിക്കുന്ന വസ്തുക്കളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഉമറാണ്. എന്തെല്ലാം വസ്തുക്കളിൽ സൂര്യൻ ഉദിക്കുന്നു, അതിൽ ഏറ്റവും ഖൈറും അഫ്ദലുമായ ഉമറാണ്. ഇത്രയും മഹത്വം തങ്ങൾ പറഞ്ഞു. ഇത്രയും അമലുള്ളതിന്റെ പേരിലാണ് ഉമർ റളിയല്ലാഹു തആല പറഞ്ഞു, താങ്കളുടെ ജീവിതത്തിലെ അബൂബക്കർ റളിയല്ലാഹു തആല, താങ്കൾ ഈ 2 ദിവസത്തെ അമൽ നൽകിയാൽ മതി, എന്റെ ജീവിതം മുഴുവൻ നൽകണം. ഒന്ന്, ദീനിന്റെ വഴി തങ്ങളുടെ കൂടെ പുറപ്പെട്ട ദിവസം, ഈ വഴി യാത്ര ചെയ്ത ദിവസം, ഹിജറ ചെയ്ത ദിവസം. ഈ വർഷത്തിലെ ഹിജറയുടെ വർഷമാണ് ആരംഭിച്ചിരിക്കുന്നത്. ഹിജറ ചെയ്ത ദിവസം, കഴിഞ്ഞുകൂടിയ ദിവസം. 2,
തങ്ങൾ വഫാത്തായ ദിവസം അള്ളാഹുവിന്റെ ദൈവവഴിയിൽ ഒരു സംഘത്തെ യാത്രയാക്കിയ ദിവസം. 2 ദിവസം നൽകിയാൽ മതി ജീവിതം മുഴുവൻ ഞാൻ നൽകും. സമയത്തിന് വിലയുള്ളതായി മാറുന്ന സമയം ദീനിനു വേണ്ടി വിരിക്കപ്പെടും. അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് അള്ളാഹുവിന്റെ ദീനിന്റെ ഫിക്റിൽ ഒരുമിച്ചുകൂടാൻ സാധിച്ചു. ദീനിന്റെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു അസ്മിന് വേണ്ടി ഒരുമിച്ചുകൂടാൻ സാധിച്ചു. നമ്മൾ കേൾക്കാൻ വേണ്ടി മാത്രം ഒരുമിച്ചുകൂടുന്നതല്ല. നമ്മൾ മഹാന്മാർ പറയാറുണ്ട്, ദീനിന്റെ കാര്യങ്ങൾ കേൾക്കുന്നത് കേൾക്കാൻ വേണ്ടി മാത്രമാണ്. കേൾക്കുക എന്നത് ലക്ഷ്യമില്ലാതെ ചെയ്യുന്ന പ്രവൃത്തികൾ അത് പാഴായതാണ്. അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന വസ്തുക്കൾ അതാണ് നിഅമത്തായി മാറുന്നത്. എല്ലാ നിഅമത്തും വലിയ ഒരു നാശമാണ്. അള്ളാഹുവിലേക്ക് അടുപ്പിക്കാത്ത എല്ലാ നിഅമത്തും നാശമാണ്. എന്തുമായിക്കൊള്ളട്ടെ, ദീനിന്റെ മജ്‌ലിസിന്റെ ലക്ഷ്യം അതിലൂടെ നമുക്ക് അള്ളാഹുമായി അടുപ്പമുണ്ടാകണം. അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ പൂർത്തിയാക്കാൻ നമുക്ക് സാധിക്കണം. നമ്മൾ പറയാറുണ്ട്, കച്ചവടത്തെ കുറിച്ച് കേൾക്കുന്നത് കേൾക്കാൻ വേണ്ടിയല്ല, പക്ഷെ കച്ചവടം ചെയ്യാൻ വേണ്ടിയാണ്. ഇതുപോലെ ദീനിന്റെ കാര്യങ്ങൾ കേൾക്കുന്നത് ആ ഉത്തരവാദിത്തങ്ങൾ പൂർത്തിയാക്കി പറയപ്പെടുന്ന കാര്യങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടിയാണ്, അമലുകളിലേക്ക് വരാൻ വേണ്ടിയാണ്. സഹാബാക്കൾ പറയുമായിരുന്നു, ഞങ്ങളുടെ കാലഘട്ടം അമലുകൾ കൂടുതലും സംസാരങ്ങളുടെ കുറവുമായിരുന്നു. ഈ ഒരു കാലഘട്ടം വരും അന്ന് സംസാരങ്ങൾ കൂടുതലും അമലുകൾ കുറവുമായിരുന്നു. ഫിത്നയുടെ കാലഘട്ടത്തിൽ സംസാരങ്ങൾ നാവുകളിൽ നിന്നാണ് ഖിയാമത്ത് നാളാകുന്ന ഫിത്നകൾ പുറപ്പെടുന്നത്. അതുകൊണ്ട് എല്ലാ ഫിത്നയുടെയും അവസാനം പ്രവർത്തനമാണ്. അതുകൊണ്ട് ദീനിന്റെ കാര്യങ്ങൾ കേൾക്കുന്നതിന്റെ ലക്ഷ്യം നമ്മുടെ അമലുകൾ വർദ്ധിക്കണം, ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിക്കുന്നവരായിത്തീരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഓളിന്റെ മശൂറ നടന്നു. ഇതിന്റെ പ്രശ്നത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിൽ ജനങ്ങൾ ഇതിന്റെ പ്രശ്നത്തിൽ കൂട്ടുകാർ ഒരുമിച്ച് കൂടി പല കാര്യങ്ങളും ആലോചിച്ചു. അവിടെ 2ാമത്തെ ദിവസം സുബ്ഹി കഴിഞ്ഞ് പ്രധാനപ്പെട്ട മുദാക്കറയുണ്ടായിരുന്നു. മുദാക്കറയാണ് ഇതിലൊക്കെ നടക്കുന്നത്. തല ഉയർത്തിയിരിക്കുന്ന ഇതിന്റെ വഴിയിൽ ധാരാളം വർഷങ്ങൾ ത്യാഗം ചെയ്ത അത്യുത്തരായി കഴിഞ്ഞുകൊണ്ട മഹാന്മാർ അവരുടെ വാക്കുകളാണ് മുദാക്കർ ചെയ്യുമാറാണ്. മരണത്തിന്റെ പരിശ്രമമായി അള്ളാഹു നമ്മളെ ബന്ധപ്പെടുത്തി അത് നമ്മൾ ശുദ്ധം ചെയ്യും. ഇത് നമ്മളോടുള്ള മാതൃകയാണ്, ഏകമാണ്. പരിശ്രമം അള്ളാഹു ബന്ധപ്പെടുത്തി നമ്മൾ ശുദ്ധമുള്ളവരാണ് എന്നുള്ളത് അള്ളാഹു നമ്മൾ തേടുന്ന കാര്യമാണ്. അമ്പിയാക്കൾ നബിമാർ അവർ ദീനിന്റെ പരിശ്രമത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ പൂർത്തിയാക്കിയത് ഷാക്കിറാണ്, നന്ദിയോടുകൂടിയുള്ള ശൈലിയിലാണ്, നന്ദിയുടെ മിസാജിലാണ്. എല്ലാ നബിമാർക്കും അള്ളാഹു കുടുംബത്തിന്റെ ജോലി നൽകിയതിന്റെ പേരിൽ അവർ നന്ദി കാണിച്ചുകൊണ്ടാണ് അവർ പരിശ്രമത്തിൽ പൂർത്തിയാക്കിയത്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം, നമ്മൾ ഏത് മിസാജിലാണ്, ഏത് ശൈലിയിലാണ് ഇതിന്റെ പരിശ്രമം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശുക്റുള്ളവരായ അവസ്ഥയാണോ അതല്ലാത്ത അവസ്ഥയാണോ ഇതിന്റെ പരിശ്രമം ചെയ്ത് നമ്മൾ ചിന്തിക്കണം. അള്ളാഹു നമ്മുടെ മേൽ ചെയ്ത ഇഹ്സാനാണ്, അനുഗ്രഹമാണ്, ഔദാര്യമാണ് ഇതിന്റെ പരിശ്രമം നമ്മളെ ബന്ധപ്പെടുത്തിയത്. നമ്മൾ ചെയ്ത ഔദാര്യമില്ല. രാജാവിന്റെ കൊട്ടാരത്തിൽ ജോലി ലഭിച്ചു. ഇത് രാജാവ് നമ്മളോട് ചെയ്യുന്ന ഔദാര്യമാണ്. രാജാവിനോട് നമ്മൾ ചെയ്യുന്ന ഔദാര്യമില്ല. കാരണം രാജാവിനെ സംബന്ധിച്ച് ജോലിക്ക് ധാരാളം ആളുകളെ എടുക്കാൻ സാധിക്കും. നമ്മളെ വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. രാജാവിന്റെ ധാരാളം സമ്പത്തിന്റെ സൗകര്യങ്ങളുണ്ട്. നമ്മളെല്ലാത്ത മറ്റുള്ളവരെ ജോലിക്ക് കൊട്ടാരത്തിൽ എടുക്കാൻ സാധിക്കും. ഇതുപോലെ ദീനിന്റെ പരിശ്രമമായി ബന്ധപ്പെടാൻ സാധിച്ചത് നമ്മൾ ചെയ്യുന്ന ഔദാര്യമല്ല, മറിച്ച് അല്ലാഹു തആല നമ്മളെ തിരഞ്ഞെടുത്തതാണ്. അവന് വേണമെങ്കിൽ നമ്മളെല്ലാത്തവരെയും ഈ പരിശ്രമത്തിന് വേണ്ടി എടുക്കാൻ സാധിക്കുമായിരുന്നു. അതുകൊണ്ട് നമ്മളോടുള്ള സ്നേഹമാണ് നമ്മൾ പരിശ്രമം നന്ദിയോടുകൂടി നമ്മൾ ചെയ്യുന്നവരായിരിക്കണം. അങ്ങനെ നമ്മൾ ചെയ്താൽ അത് നമുക്ക് വർധനവുണ്ടാകും. പ്രധാനപ്പെട്ട കാര്യം ദീനിന്റെ പരിശ്രമത്തിൽ കൂടി എല്ലാ പരിശ്രമം ചെയ്യുന്നവർക്കും ആ പരിശ്രമത്തിൽ കൂടി ഒരു അസർ ഉണ്ടാകും, ഒരു പ്രതിഫലനം ഉണ്ടാകും. അതേത് പരിശ്രമം, ഏത് കാര്യങ്ങൾ ചെയ്യുന്നവരാകട്ടെ, അത് ചെയ്യുന്നതിൽ കൂടി സ്വന്തം ദാഹി, സ്വന്തം വ്യക്തി ജീവിതത്തിൽ ഒരു പ്രതിഫലനം ഉണ്ടാകും. കച്ചവടത്തിന്റെ പരിശ്രമം ചെയ്യുന്നതിലൂടെ കച്ചവടക്കാരൻ അസർ ഉണ്ടാകും. എന്താണ് കച്ചവടക്കാരൻ ഉണ്ടാകുന്ന അസർ? അവന്റെ സമ്പത്തിൽ വർധനമുണ്ടാകും, സമ്പത്ത് വർദ്ധിക്കും കച്ചവടത്തിന്റെ പരിശ്രമം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. അഥവാ ദീനിന്റെ പരിശ്രമം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ അസർ നമ്മൾ ഉണ്ടാകുന്നില്ലെങ്കിൽ നമ്മൾ ഈ പരിശ്രമത്തിൽ നാം മനസ്സിലാക്കണം, നാം ഒരു വഞ്ചനയിലാണ്, ഒരു മാഹൂലി മാത്രമാണ്. നമ്മൾ സ്വന്തമായി നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഈ പരിശ്രമം ഒരു മാറ്റം, ഒരു പ്രതിഫലം ഉണ്ടാകുന്നില്ലെങ്കിൽ നമ്മൾ സത്യത്തിൽ പരിശ്രമത്തിലാണെങ്കിലും ഒരു വഞ്ചനയിലാണ്, ഒരു മാഹൂലി മാത്രമാണ്. മാഹൂൽ എല്ലാ പരിശ്രമത്തിലും ഉണ്ടാകും. ദീനിന്റെ പരിശ്രമത്തിലും ഉണ്ടാകും, ദുനിയാവിന്റെ പരിശ്രമത്തിലും ഉണ്ട്. എല്ലാത്തിലും മാഹൂൽ ഉണ്ടാകും.
ഒരു ഉദാഹരണം പറഞ്ഞു, മൊബൈലിന്റെ മാമൂല് പോലെ ഇത് വ്യാപകമാണ്. എല്ലാവർക്കും ഒരു ഫോണുണ്ട്. പാവപ്പെട്ടവനുമുണ്ട്, സമ്പന്നനുമുണ്ട്, യുവാവിനുമുണ്ട്, യുവതിയുമുണ്ട്, എല്ലാവരുടെ കയ്യിലുമുണ്ട്. ഇതൊരു മാമൂലാണ്. കുറച്ച് കഴിയുമ്പോൾ മറ്റൊരു വസ്തു വരുമ്പോൾ ഈ മാമൂല് മാറിപ്പോകും. ഇതുപോലെ ഇതിന്റെ പ്രശ്നം ഒരു മാമൂല് മാത്രമായി മാറുന്നു. നമ്മൾക്ക് രാത്രിയായി പ്രയോജനം ഉണ്ടായി നോക്കണം. ഉത്തരവാദിത്വം പൂർത്തിയാക്കാണ് ലക്ഷ്യം. ചില നബിമാർ വന്നവർ പരിശ്രമിച്ചു, ആരെയും കിട്ടിയില്ല. ഇതിന്റെ പരിശ്രമത്തിൽ കൂടി ലക്ഷ്യം നമ്മൾ ഉത്തരവാദിത്വം പൂർത്തിയാക്കണം. ആൾ എത്ര വന്നു അല്ലെങ്കിൽ ആളുടെ എണ്ണമൊക്കെയാണ്, എത്ര സംഘം കൂടി നിന്നുമല്ല. ചില നബിമാർ വന്ന് പരിശ്രമിച്ചു, അവർ ആരെയും കിട്ടാതെ മടങ്ങിപ്പോകുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ അവരെല്ലാം ലക്ഷ്യം, അവർ ഉത്തരവാദിത്വം പൂർത്തിയാക്കി. അതിന്റെ പ്രയോജനം എത്രയുണ്ടായി എന്നല്ല നബിമാർ നോക്കിയത്. അവരുടെ പരിശ്രമത്തിന്റെ അസർ എന്താണ്, നമ്മൾ ഉണ്ടാകേണ്ട അസർ എന്താണ്, നമ്മുടെ രാത്രി ജീവിതത്തിൽ അതിൻ്റെതായ മാറ്റങ്ങൾ പ്രയോജനം ഉണ്ടാകും. അബൂബക്കർ റളിയല്ലാഹു തആലയുടെ ജീവിതത്തിൽ നുബുവത്തിന്റെ പരിശ്രമം ചെയ്തിട്ടുകൂടി അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിൽ വലിയ പ്രതിഫലങ്ങൾ ഉണ്ടായി. മുഴുവൻ ജീവിതത്തിലും അദ്ദേഹത്തിന് മാറ്റങ്ങൾ ഉണ്ടായി. അതുകൊണ്ടാണ് അദ്ദേഹത്തെ സഹാബാക്കൾ ഏറ്റവും പ്രധാനപ്പെട്ട സഹാബിയെ പറഞ്ഞത്. റസൂലുള്ളാഹി അലൈഹി വസല്ലം രോഗിയായപ്പോൾ തങ്ങളുടെ സ്ഥാനത്ത് നിർത്തി അബൂബക്കർ റളിയല്ലാഹു തആല ഇമാമത്ത് നമസ്കരിച്ചു, നമസ്കരിച്ചു. സഹാബാക്കൾ പറയുന്നു, തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ നമസ്കരിച്ചത് അതേപോലെയായിരുന്നു അബൂബക്കർ റളിയല്ലാഹു തആലയുടെ നമസ്കാരം. ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. പൂർണ്ണമായും തങ്ങളുടെ നമസ്കാരം പോലെ അദ്ദേഹത്തിന്റെ നമസ്കാരമായി മാറും. ഇതാണ് നുബുവത്തിന്റെ പരിശ്രമം കൊണ്ട് അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിൽ അദ്ദേഹത്തിലുണ്ടായ മാറ്റം. പരിശ്രമം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും. ഇല്ലെങ്കിൽ ഒരു മാമൂല് മാത്രമായി ബാഹ്യമായൊരു സാഹചര്യം, ഒരു പൊതുവായ അവസ്ഥ, അത് ആ അവസ്ഥയിൽ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കും. അത് നമ്മുടെ മനസ്സിലാക്കാൻ കൊടുക്കും. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്നെങ്കിൽ അത് നമ്മളെ ഒറ്റത്തിലാക്കി കഴിയും. മാമൂല് മാത്രം നോക്കിയാൽ, നമ്മുടെ വ്യക്തി ജീവിതം നോക്കാതെ മാമൂല് മാത്രം നോക്കിയാൽ അത് നമ്മളെ ഒറ്റത്തിലാക്കി കഴിയും. ഇതുപോലെ ദുനിയാവിന്റെ കച്ചവട വസ്തുക്കൾ, ദുനിയാവിന്റെ വസ്തുക്കൾ മനുഷ്യനെ ഒറ്റത്തിലാക്കുന്നത് പോലെ. അതുകൊണ്ട് പരിശ്രമം നമ്മിൽ എന്ത് അസറുണ്ടാക്കി, പ്രതിഫലമുണ്ടാക്കി എന്ന് നമ്മൾ നോക്കണം. ഒരു ഹൈർ മറ്റൊരു ഹൈറിന് ഒരിക്കലും തടസ്സമാവുകയില്ല. ഒരു ഹൈർ മറ്റൊരു ഹൈറിന് തടസ്സമാവുകയില്ല. ഇതുപോലെ ഉദാഹരണം പറഞ്ഞു, മക്കയിലെ മുശ്രിക്കീങ്ങൾ അവർക്ക് വലിയൊരു ഹൈർ തടസ്സമായത്, നബിയെ വിശ്വസിക്കാൻ, നുബുവത്ത് മനസ്സിലാക്കാൻ തടസ്സമായത് അവർക്ക് നന്മ ചെയ്യുന്നുണ്ടായിരുന്നു. ഹാജിമാർക്ക് വെള്ളം കുടിപ്പിക്കുന്നവരായിരുന്നു, ഹറാമിനെ വിടുതൽ ചെയ്യുന്നവരായിരുന്നു, ഇങ്ങനെ ഒരു നന്മ ചെയ്യുന്നവരായിരുന്നു. പക്ഷെ ആ നന്മ അതിലവർ കഴിഞ്ഞുകൂടി അത് ഏറ്റവും വലുതായി മനസ്സിലാക്കി. നബികൾ വന്നപ്പോൾ നബികൾ വിശ്വസിക്കുകയോ ഈമാൻ ഉൾക്കൊള്ളുകയോ ചെയ്തില്ല. അല്ലാഹു അതിനെക്കുറിച്ച് ആയത്തിറക്കി, അജഅൽതും സിഖായത്തൽ ഹാജി വ ഇമാറത്തുൽ മസ്ജിദിൽ ഹറാം കമൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. നിങ്ങൾ ഹാജിമാർക്ക് വെള്ളം കുടിപ്പിക്കുകയും ഇതെല്ലാം ഈമാൻ തുല്യമാകുമെന്ന് വിചാരിക്കുകയാണ്. ഒരിക്കലുമില്ല. അപ്പൊ അവരെ തടഞ്ഞത് ഒരു ഹൈറാണ്. ഒരിക്കലും ഒരു ഹൈർ മറ്റൊരു ഹൈറിന് തടസ്സമാകാൻ പാടില്ല. അതുകൊണ്ട് ഈ പരിശ്രമം കൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ ആഹ്ലാദത്തിന്റെ ദിക്ർ വർദ്ധിക്കണം. മറ്റെല്ലാ കാര്യത്തെക്കാളും വലുത് ആഹ്ലാദത്തിന്റെ ദിക്റായി മാറണം. സഹാബാക്കൾ പറയുമായിരുന്നു, ഇന്നമാ ഹിമമുനാ അൽ ആഖിറ, ഞങ്ങളുടെ ലക്ഷ്യം ആഖിറമാണ്, ഞങ്ങളുടെ ലക്ഷ്യം ആഖിറ മാത്രമാണ്. വബ്തഗി ഫീമാ ആതാക അല്ലാഹു ദാറൽ ആഖിറ, നിങ്ങൾക്ക് അല്ലാഹു നൽകിയ വസ്തുക്കൾ കൊണ്ട് നിങ്ങൾ ആഖിറത്തിന്റെ ഭവനത്തെ നിങ്ങൾ തയ്യാറാക്കിക്കൊള്ളുക. അതുകൊണ്ട് ഇതിന്റെ പരിശ്രമം കൊണ്ട് നമ്മിൽ രണ്ട് നിലയിലുള്ള അസറാത്തുകൾ, പ്രതിഫലങ്ങൾ വർദ്ധിക്കണം. ഒന്ന് ആഖിറത്തിന്റെ ചിന്ത വർദ്ധിക്കണം, ആഖിറത്തിന്റെ ചിന്ത വർദ്ധിക്കണം. അതോടൊപ്പം ഇബാദത്ത് വർദ്ധിക്കണം. അബ്ദുല്ലാഹ് സുബൈർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം നമസ്കരിച്ചിരുന്നത് തന്റെ പിതാവിന്റെ, തന്റെ ഖലീഫ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു എങ്ങനെയാണ് നമസ്കരിച്ചത് അങ്ങനെ തന്നെയായി. അബൂബക്കർ റളിയല്ലാഹു നമസ്കരിച്ചത് നബിതങ്ങളെ നമസ്കരിച്ചു, അങ്ങനെ നമസ്കരിച്ചു. അദ്ദേഹത്തിന്റെ പേരെക്കുട്ടി അബ്ദുല്ലാഹ് സുബൈർ റളിയല്ലാഹു തആല വെച്ച് സഹാബാക്കൾ പറയുന്നു, അബൂബക്കർ റളിയല്ലാഹു തആല എങ്ങനെയാണോ നമസ്കരിച്ചത് അങ്ങനെ തന്നെ അദ്ദേഹത്തിന്റെ നമസ്കാരം. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ തീരെ മാറ്റങ്ങൾ ഉണ്ടാകണം. സഹാബാക്കളുടെ ദർശനം ഉണ്ടാകുന്ന മാറ്റമാണ്. ഈ ഉമ്മത്ത് മുഴുവൻ നബിയുടെ വാരിസാണ്. ഈ ഉമ്മത്ത് മുഴുവൻ ഖുർആന്റെ വാരിസാണ്. ഈ ഉമ്മത്ത് മുഴുവൻ നബിയുടെ സുന്നത്തിന്റെ വാരിസുകളാണ്. വാരിസ് എന്ന് പറഞ്ഞാൽ മുവല്ലിസിന്റെ ആരിനാണ് വറാസത്തെടുത്തത്. എല്ലാ കാര്യത്തിലും വാരിസാണ്. കുറച്ചാണെങ്കിലും കൂടുതലാണെങ്കിലും അനന്തരാവകാശം. അത് ആദ്യം തന്നെ പിതാവിന് അനന്തരാവകാശി, എല്ലാത്തിനും അനന്തരാവകാശിയാണ്. കുറച്ചുള്ളവരെങ്കിലും കൂടുതലുള്ളവരെങ്കിലും കുറച്ചേ ഉള്ളവരെങ്കിലും കൂടുതലാണെങ്കിലും എല്ലാത്തിനും വാരിസാണ്. എന്നിട്ട് ഒരു ഉദാഹരണമുള്ളത് ഗ്രന്ഥങ്ങളുടെ എഴുതിയിട്ടുണ്ട്. മയ്യത്തിന്റെ അഹ്കാമുകളുടെ ഗ്രന്ഥങ്ങൾ, മയ്യത്തിനുമായി ബന്ധപ്പെട്ട
പിന്നെ തലമുറ നടത്താം അനന്തരാഷ്ട്രങ്ങളുടെ കുടുംബങ്ങളെ കുറിച്ച് വലിയൊരു ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞു, ഒരു മയത്തിനെ കുളിപ്പിക്കുമ്പോൾ ഒരു പുള്ളി വസ്ത്രത്തിനും ഒരു ഏലക്ക കിട്ടി, ആ ഏലക്ക എന്ത് ചെയ്യണം? ആ ഏലക്ക മുഴുവൻ വാരിച്ചു കൊടുക്കുന്നു. ചെറിയ വസ്തുവാണ്, പക്ഷെ അത് എല്ലാവരും അതിന് അവകാശികളാണ്. ഇതുപോലെ നബിയുടെ വാരിസ്യങ്ങളായ നാം ഉമ്മത്തിൽപ്പെട്ട നാം ഓരോരുത്തരും നബിയുടെ മുഴുവൻ കാര്യത്തിലും അന്തരാവകാശികളാണ്. നബി തങ്ങളുടെ ജാഗ്രതത്തിൽ, നബി തങ്ങളുടെ അഭിലാഷത്തിൽ, നബി തങ്ങളുടെ നമസ്കാരത്തിൽ, നബി തങ്ങളുടെ വിവാദത്തിൽ എല്ലാ കാര്യത്തിലും വാരിസ്യങ്ങളാണ്. വലിയ വീടും ഒരു ചെറിയ വസ്തുവും എല്ലാ വസ്തുവും ഒരുപോലെയാണ്. ഒരു അനന്തരാഷ്ട്രയെ സംബന്ധിച്ച് ഒരു വലിയ വീടാണുള്ളത്, ഒരു ചെറിയ വസ്തു, രണ്ടും ഒരുപോലെയാണ്. അതുപോലെ നബിതങ്ങളുടെ മുഴുവൻ വലിയ വലിയ പ്രവർത്തനം, നബിതങ്ങളുടെ ചെറിയ സുന്ദരത്തിലും എല്ലാത്തിലും നാം ഒരേപോലെ വാരിസ്യങ്ങളാണ്. അള്ളാഹുവിന് വേണ്ടി നാം ഇതിന്റെ പരിശ്രമം ചെയ്യുന്നവരായിരിക്കണം. ആഹ്റത്തിന് വേണ്ടി ഇതിന്റെ പരിശ്രമം ചെയ്യുന്നവരായിരിക്കണം. നമ്മുടെ ചില മഹാന്മാർ ബംഗ്ലാദേശിലെ ഒരു ജോലിയിൽ പറയുകയുണ്ടായി, ഇഖ്ലാസ് എന്നാൽ എന്താണെന്ന് അറിയുമോ? അള്ളാഹുവിന്റെ പരിശ്രമം എല്ലാ സമയത്തും ചെയ്യാൻ, അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്യാൻ, എല്ലാ സമയവും ചെയ്യണം. ഇത് ഇഖ്ലാസിന്റെ അടയാളമാണ്. അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്യണം, ഇതും ഇഖ്ലാസിന്റെ അടയാളമാണ്. ഇതിൽ അശ്രദ്ധയുണ്ടാകാൻ പാടില്ല. മുഖ്ലിസ്, നിഷ്കളങ്കനായ വ്യക്തി എല്ലാ സമയത്തും മുനീബെന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് വളരെ കൂടുതൽ മടങ്ങുക എന്നാണ്. ജമാഅത്തിൽ പുറപ്പെടുമ്പോൾ മാത്രമല്ല ഇഖ്ലാസിനെ പറ്റി മുറാഖബ ചെയ്യണം, മറിച്ച് എല്ലാ സമയത്തും നമ്മൾ ഇഖ്ലാസിനെ പറ്റി അഞ്ചാമത്തെ കാര്യം മുറാഖബ ചെയ്യണം. എത്ര കൂടുതൽ ഇഖ്ലാസ് ഉണ്ടോ അത്രയും കൂടുതൽ അള്ളാഹുവിന്റെ ഭാഗത്തേക്ക് നമുക്ക് തവജ്ജുഹ് ഉണ്ടാവും, ശ്രദ്ധയുണ്ടാവും. ഇത് അള്ളാഹുവിന്റെ കൽപ്പന, അള്ളാഹു നമ്മളിൽ ആവശ്യപ്പെടുന്ന കാര്യമാണ്. നിങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങുന്ന അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അതുകൊണ്ട് ഈ പരിശ്രമം ചെയ്യൽ, അതിൽ സമയം ചെലവഴിക്കൽ കൊണ്ട് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ എത്ര അർത്ഥമുണ്ടായി നാം നോക്കണം. ഉറങ്ങുന്നല്ലോ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പറയുന്നത്. അന്മാക്കിന്റെ വഴി അത് ഒന്നിന്റെ പേര് തന്നെ പറഞ്ഞു, വരാൻ വേണ്ടി പറഞ്ഞു, വായിച്ചപ്പോൾ മനസ്സിലാവില്ല. അത് ഒന്നില്ല, മനസ്സിലെല്ലാം ഉറന്നിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പറയുന്നത്. സംസാരിക്കുന്ന ഇടയിൽ ചോദിക്കുകയും ചെയ്തു, ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ മനസ്സിലാകുന്നുണ്ടെന്ന് ചോദിക്കുകയും ചെയ്തു. അത് ഉറങ്ങുന്നില്ല, എങ്കിലും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പറയുന്നത്. നമ്മുടെ ഹൃദയം കൊണ്ട് ഹൃദയം തുറന്നിരിക്കണം. ഹൃദയം തുറന്നിരിക്കുന്നതിന്റെ അടയാളമാണ് കണ്ണ് തുറന്നിരിക്കുന്നത്. അതാണ് അമൽ മാറുന്നത്. എന്താ പറഞ്ഞത്? അതുകൊണ്ട് ഈ പരിശ്രമം കൊണ്ട് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ അസർ ഉണ്ടാകണം. നമ്മുടെ മറ്റൊരു ആസർ, നമ്മുടെ പരിശ്രമം ചെയ്യുന്നവരുടെ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഹൃദയത്തിൽ ചിന്ത വേണം, നമ്മുടെ സമ്പത്തും സമയം ഒരു അമാനത്താണ്. നമ്മുടെ സമയം സമ്പത്തും ഒരു അമാനത്താണ് മനസ്സിലാക്കണം. അത് പറയുമായിരുന്നു, നാം ഈ പരിശ്രമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനങ്ങളുടെ ഒരു തെറ്റിദ്ധാരണ തിരുത്തലാണ്. സമ്പത്തും സമയവും സ്വന്തമാണെന്ന ധാരണ അത് മാറി അള്ളാഹു നൽകിയതാണ്, അള്ളാഹു അമാനത്തായി ഏൽപ്പിച്ചെന്ന ഹൃദയത്തിൽ ചിന്ത വേണം. ഈ പരിശ്രമം കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഓരോരുത്തരും ഹൃദയത്തിൽ തെറ്റായ ധാരണയുണ്ട്. എന്റെ സമയം, എന്റെ സമ്പത്ത്, എന്റെ വസ്തുക്കൾ ഇത് മാറി അള്ളാഹു നൽകിയ അത് അമാനത്താണ്, എന്റേതല്ല. സമയം എന്റേതല്ല, സമ്പത്ത് എന്റേതല്ല, ഇന്നാന്റെ വസ്തു എന്റേതല്ല, മറിച്ച് അള്ളാഹു അമാനത്തായി ഏൽപ്പിച്ചതാണ് എന്ന് നമുക്ക് മനസ്സിലാകാം. അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇതിന്റെ പരിശ്രമം. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ തൃപ്തിയുടെ വഴി നമുക്ക് ചെലവഴിക്കാൻ സാധിക്കും. അള്ളാഹുവിന്റെ സമ്പത്തിലും സമയത്തിലുമുള്ള അള്ളാഹുവിന്റെ ഹക്ക് നമുക്ക് മനസ്സിലാക്കണം. ഇതിനോട് തങ്ങൾ ചോദിച്ചു, അള്ളാഹുവിനോട് സൃഷ്ടികളുടെ ഹക്ക് എന്താണ് നിങ്ങൾക്ക് അറിയുമോ? സൃഷ്ടികൾക്ക് അള്ളാഹു ഹക്ക് എന്താണ് അറിയുമോ? താങ്കൾ പറഞ്ഞു, സൃഷ്ടികൾക്ക് അള്ളാഹു ഹക്ക് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, ആരെയും പങ്കു ചേർക്കാതെ. അള്ളാഹു സൃഷ്ടികളുടെ ഹക്ക് അവന്റെ അടിമകൾക്ക് മക്കളത്ത് പുറത്തു കൊടുക്കുക എന്നുള്ളതാണ്. കച്ചവടക്കാരൻ നോക്കുന്നത് എനിക്കത് പ്രയോജനമുണ്ടായി എന്നാണ്. എത്ര പേര് കടയിൽ വന്നു, കടയിൽ തിരക്കുണ്ടായോ, അല്ലെങ്കിൽ ഇതൊന്നും ഒരു കച്ചവടക്കാരൻ നോക്കുന്നില്ല. കച്ചവടക്കാരൻ നോക്കുന്നത് കച്ചവടം നടന്നതിന് പ്രയോജനമുണ്ടായി, അത് തിരക്കോ ആൾ കൂടുതൽ ഇതൊന്നും കച്ചവടക്കാരൻ നോക്കുന്നില്ല. ഉദാഹരണം പറഞ്ഞു പോലെയാണ്, ചില പച്ചക്കറി കടയിൽ ധാരാളം തിരക്കുള്ള ധാരാളം ആളുകളുണ്ട്, നല്ല തിരക്കുണ്ടാവും. പക്ഷെ സ്വർണ്ണ കടയിൽ ഒരു സമയം തിരക്കുണ്ടാവുകയും ആകെയായി. പക്ഷെ 1, 2, 3 പേര് വന്നാൽ ഈ പച്ചക്കറി കടയിലെ തിരക്കിനേക്കാൾ കൂടുതൽ പ്രയോജനം ഈ സ്വർണ്ണ കടയിലെ കച്ചവടക്കാരൻ ലഭിക്കുന്നതാണ്. അതുകൊണ്ട് പ്രയോജനം എന്തുണ്ടായി നാം നോക്കുന്നത്. എത്ര തിരക്കുണ്ടായി, എത്ര ആളുണ്ടായി, ഇതൊന്നും നമ്മുടെ ലക്ഷ്യമില്ല.
ഇതുപോലെ ദീനിന്റെ പ്രയോജനം നാം നോക്കണം. ദീനിന്റെ സൈറിന്റെ വഴികൾ ഈ ദീൻ പരിശുദ്ധമായ ദീനിൽ ധാരാളമാണ്. സൈറിന്റെ തൂക്കുകൾ, സൈറിന്റെ വഴികൾ ധാരാളമാണ്. ഒരു പട്ടിക്ക് വെള്ളം കൊടുത്താൽ സ്വർഗ്ഗത്തെ കരസ്ഥമാക്കാൻ സാധിക്കും. അത്രയും എളുപ്പമായ വഴിയാണ്. ദഅവത്തിന് വേണ്ടി ജനങ്ങളെ കൂട്ടുന്നത് പോലെ നാം ദഅവത്തിന്റെ ദർശനത്തിന്റെ അത്യാവശ്യ കാര്യങ്ങളെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കണം. ദഅവത്തിന്റെ ദർശനത്തിലെ അത്യാവശ്യ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കുന്നവരായിട്ട് എത്രയും ആളുകളാണ് ഹജ്ജിന് പുറപ്പെടുന്നത്. പക്ഷേ ഹജ്ജിന്റെ എളിമില്ലാതെയാണ് പുറപ്പെടുന്നത്. അതുകൊണ്ട് ദീനിന്റെ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കണം. ദീൻ അത് മുക്കമ്മലാണ്. അത് പരിപൂർണമായി നമ്മുടെ ജീവിതത്തിൽ വരണമെങ്കിൽ ദീനിന്റെ അറിവ് നമുക്ക് ഉണ്ടായിരിക്കണം. അതുകൊണ്ട് ദീനിന്റെ അമലുകൾ ദർശനം നാം മനസ്സിലാക്കി പഠിച്ച് ചെയ്യണം. എത്രത്തോളം പഠിക്കണം? ഒരാൾ പറഞ്ഞു, ആരെങ്കിലും പഠിക്കാൻ വേണ്ടി വന്നാൽ അവർക്ക് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ, മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കണം. മദ്രസയിൽ കിതാബ് പഠിക്കാറുണ്ട് മദ്രസകളിൽ. കിതാബ് പഠിച്ചതിന്റെ അടയാളം എന്താണ്? ഒരാൾ പഠിക്കാൻ വേണ്ടി വന്നാൽ അയാൾ പഠിപ്പിച്ചു കൊടുക്കാൻ സാധിക്കണം. ആ നിലയിൽ പഠിക്കണം. ഒരാൾക്ക് ഇസ്ലാമിന്റെ ദഅവത്ത് കൊടുത്താൽ മാത്രം പോരാ, അയാൾ ഇസ്ലാമിലേക്ക് വന്നാൽ ദീനിന്റെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാനും സാധിക്കണം. ദഅവത്ത് ചെയ്താൽ മാത്രം പോരാ, അത് പഠിക്കുകയും ചെയ്യണം. ഈമാനിന്റെ അസറിൽ പ്രതിഫലനത്തിൽപ്പെട്ടതാണ് ഏത് സമയത്ത് നാം ഇതിന്റെ പരിശ്രമം ചെയ്യണം, ഏത് അവസ്ഥയിൽ ഇതിന്റെ പരിശ്രമം ചെയ്യണം, ഏത് അവസ്ഥയിൽ ഉത്തരവാദിത്തങ്ങൾ പൂർത്തിയാക്കുന്നവരായിരിക്കണം. ചിലർ കുറച്ച് സമ്പാദിക്കും, ചിലർ കൂടുതൽ സമ്പാദിക്കും. എല്ലാ വ്യക്തികളും തന്റെ കഴിവനുസരിച്ച് അനുസരിച്ച് തന്നെ നിൽപ്പതാണ്. ഉമ്മത്തിൽപ്പെട്ട ഓരോ വ്യക്തികളും അവരുടെ കഴിവനുസരിച്ച് ഉത്തരവാദികളാണ്. എല്ലാവരും ഒരേ ഉത്തരവാദികൾ, അവരുടെ കഴിവനുസരിച്ച് അള്ളാഹു ഓരോരുത്തരും നൽകിയിരിക്കുന്ന കഴിവ് വ്യത്യസ്തമാണ്. എല്ലാവരും ഒരുപോലെയാവുകയില്ല. ഓരോരുത്തരുടെയും കഴിവ് വ്യത്യസ്തമാണ്. കഴിവനുസരിച്ച് ഉത്തരവാദിത്തമുള്ളത്. കൈയുടെ 5 വിരലുകൾ ഒരേപോലെയല്ല, വ്യത്യസ്തമാണ്. അതുകൊണ്ട് നാം മുന്നോട്ട് പോകാനാണ് നമ്മളോട് കൽപ്പന. മറ്റുള്ളവരെ പോലെ ആകാനല്ല, മുന്നോട്ട് പോകാനാണ് നമ്മുടെ കൽപ്പന. പരിശ്രമിക്കുന്നു. പക്ഷെ അതുപോലെ ആകാൻ സാധിക്കില്ല. സാധാരണ മനുഷ്യൻ ബുദ്ധിക്കാറുണ്ട്. ഇന്ന ആളെ പോലെ ആകാൻ സാധിച്ചില്ല, ഇന്ന വ്യക്തിയെ പോലെ ആകാൻ സാധിച്ചില്ല. അതൊരിക്കലും ആകാൻ സാധിക്കില്ല. നമ്മൾ പഠിപ്പിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ പോലെ ആകാനില്ല. അതൊരിക്കലും സാധിക്കുന്ന കാര്യമല്ല. മറിച്ച് അമലുകളിൽ ഇന്ത്യയുടെ കാര്യങ്ങൾ മുന്നിടാൻ വേണ്ടിയാണ്. അള്ളാഹുവിന്റെ പ്രധാനപ്പെട്ട ഒരു കൽപ്പനയാണ്. ഇന്ന വ്യക്തിയെ പോലെ ആകണമെന്ന് ഒരിക്കലും ആഗ്രഹിക്കരുത്. കാരണം അത് സാധിക്കാത്ത കാര്യമാണ്. മറിച്ച് ഇന്ന വ്യക്തിയുടെ അമലുകൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കണം. അമലിന്റെ വാതിൽ എല്ലാ സമയത്തും എല്ലാവർക്കും വേണ്ടി എപ്പോഴും തുറന്നിട്ടിരിക്കുകയാണ്. ഇതുപോലെ നമസ്കാരം എല്ലാവർക്കും വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്. ഒന്നാമത്തെ സത്യം നിൽക്കുന്നതിൽ അതിൽ മത്സരിക്കാൻ മുന്നിടേണ്ടതാണ്. എന്നാൽ ഒരു വ്യക്തിയെ പോലെ ആകാൻ ആഗ്രഹിച്ചിരിക്കും സാധിക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് വെച്ചു, അടുപ്പിച്ച് നോമ്പ് വെച്ചു, നോമ്പൊരിക്കാതെ അടുപ്പിച്ച് ചേർത്ത് നോമ്പ് വെച്ചു. സഹാബാക്കൾ ചോദിച്ചു, ഞങ്ങൾ പോലെ നോമ്പ് വെക്കട്ടെ? ഞങ്ങൾ പറഞ്ഞു, വേണ്ട, നിങ്ങൾ എന്നെ പോലെയല്ല, എനിക്ക് അല്ലാഹു പ്രത്യേകമായ കാരണത്തിൽ കഴിവ് നൽകുന്നുണ്ട്. ദീനിന്റെ പരിശ്രമത്തിന്റെ ഓരോരുത്തരും നൽകിയിരിക്കുന്ന കഴിവിന്റെ അളവനുസരിച്ച് ദീനിന്റെ പരിശ്രമം അതിന് ഉത്തരവാദികളാണ്. അത് വ്യക്തി ജീവിതത്തിൽ എന്ത് അസറുണ്ടായി, പ്രതിഫലനമുണ്ടായി നാം നോക്കിക്കൊണ്ടിരിക്കണം. വ്യക്തി ജീവിതത്തിൽ ദീനിന്റെ പരിശ്രമം കൊണ്ട് മാറ്റമുണ്ടായതിന്റെ അടയാളമാണ് നമ്മുടെ വിവാദത്തിൽ നമുക്ക് പ്രാധാന്യം ഉണ്ടാകണം. നമ്മുടെ നമസ്കാരത്തിൽ, നമ്മുടെ അമലുകളിൽ, നമ്മുടെ വിവാദത്തുകളിൽ നമുക്ക് പ്രാധാന്യത്തോടുകൂടി ചെയ്യാൻ സാധിക്കണം. ദഅവത്തിന്റെ പരിശ്രമത്തിൽ കൂടി വിവാദത്തിന്റെ എത്തിമാം ഉണ്ടാകണം. നമസ്കാരത്തിൽ ഉണ്ടാകണം, എല്ലാ അമലുകളിലും എത്തിമാം ഉണ്ടാകണം. ഒരു അമൽ പറഞ്ഞ് മറ്റൊരു അമൽ നമ്മൾ ഒക്കത്തിലാകാൻ പാടില്ല. അതുകൊണ്ട് നാം ചിന്തിക്കണം, ഒരു പ്രോഗ്രാമിന്റെ ഹിത്തിമാമാണ് നമുക്ക് ഈ വിഷമം കൊണ്ടുള്ളത്. ഒരു പ്രോഗ്രാമിന്റെ ഹിത്തിമാമാണോ അതല്ല അസ്ലി ചീസിന്റെ അടിസ്ഥാന കാര്യത്തിന്റെ പ്രാധാന്യമാണോ? നമുക്ക് പ്രോഗ്രാമിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ, ഒരു ബസ്സുകൾക്ക് അല്ലെങ്കിൽ മറ്റു അമലുകൾ, ആ ഒരു പ്രോഗ്രാമിന്റെ പ്രാധാന്യമാണോ അതല്ല അസ്ലി ചീസ് അടിസ്ഥാന കാര്യം, നമ്മുടെ വിവാദത്ത്, നമ്മുടെ ഇതാണോ നമ്മുടെ ലക്ഷ്യം നാം നോക്കിക്കൊണ്ടിരിക്കണം. പ്രോഗ്രാമിന്റെ മറ്റു പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് മഷൂർ വെച്ചിരിക്കുന്നത്. വ്യക്തി ജീവിതത്തിൽ നമ്മൾ സ്വന്തം നോക്കിക്കൊണ്ടിരിക്കണം. വ്യക്തി ജീവിതത്തെ കുറിച്ചാണ് നമ്മുടെ ചോദ്യം ഉണ്ടാകുന്നത്. നിന്റെ ദീൻ, അതിനെ കുറിച്ചാണ് ചോദ്യം ഉണ്ടാകുന്നത്. നിന്റെ ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മുടെ വ്യക്തി നമ്മുടെ ജീവിതത്തിൽ ദീനിയായി എത്ര വർധനമുണ്ടായി, മാറ്റമുണ്ടായി. എളുപ്പം നോക്കുക, മടി കാണിക്കുക, ഇത് പരിശ്രമം ചെയ്തവർക്ക് ഉയർച്ചല്ല, അതിലൂടെ ഉയർച്ച ഉണ്ടാവുകയാണ്. നമ്മുടെ പരിശ്രമം അള്ളാഹുവിനെ കൂടുതൽ അടുപ്പിക്കാൻ കാരണമായിരിക്കുന്നു, അള്ളാഹുവിലേക്ക് അടുക്കാൻ കാരണമായിരിക്കുന്നു. നമ്മൾ അള്ളാഹുവിന്റെ ദീനിന്റെ പരിശ്രമത്തിൽ ഉത്തരവാദിത്വം പൂർത്തിയാക്കിയാൽ അള്ളാഹു അവന്റെ ഭാഗത്ത് നമുക്ക് തത്വ നൽകുന്നതാണ്. സഹാബാക്കൾ ഉത്തരവാദിത്വം പൂർത്തിയാക്കിയപ്പോൾ അവർക്ക് അള്ളാഹുവിന്റെ തത്വ നൽകി. അള്ളാഹുവിന്റെ വാഗ്ദാനമാണ് തത്വ നൽകുന്നത്. തത്വ ആരെ കാണിക്കാൻ സാധിക്കുന്ന വസ്തുവല്ല. താങ്കൾ പറഞ്ഞു തത്വ ഹൃദയത്തിലാണ്.
ഹൃദയത്തിലുള്ള കാര്യം അല്ലാഹു മാത്രമേ അറിയുകയുള്ളൂ. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ ഉത്തമയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, എല്ലാ നന്മയുടെയും വേരാണ് തഖ്വ എന്നത്. എല്ലാ ഹസനാത്തിന്റെയും നന്മയുടെയും അടിസ്ഥാനമാണ്, എല്ലാ നന്മയുടെയും വേരാണ്, അടിസ്ഥാനമാണ്. തഖ്വ വന്നാൽ നരകത്തെ നമ്മൾ മോചിപ്പിക്കാൻ കാരണമായിട്ട് അവിടെ നമ്മുടെ ജീവിതത്തിൽ വിഷമം കൊണ്ട് തഖ്വ എത്രയുണ്ടായി നോക്കിക്കൊണ്ടിരിക്കണം. അവിടെ നമ്മൾ ഏകദേശം ഉത്തരവാദിത്തങ്ങൾ പൂർത്തിയാക്കിയാൽ സഹാബാക്കൾക്ക് അല്ലാഹു തഖ്വ നൽകിയതുപോലെ നമുക്കും അല്ലാഹു തഖ്വ നൽകുന്നതാണ്. അല്ലാഹുവിനോടും അവന്റെ ഹുക്കൂക്കിനോടും അവന്റെ സൃഷ്ടികളോടും ഹുക്കൂക്കുകൾ അത് പൂർത്തിയാക്കുന്നവരായിരിക്കണം ഈ വിഷമമുണ്ട്. അതുപോലെ ഇബാദത്തിന്റെ ഹിജ്മാം പ്രാധാന്യം ഉണ്ടാകുന്ന പോലെ ഇബാദത്തിന്റെ വർധനവും ഉണ്ടാകണം. ഇബാദത്തുകൾ വർദ്ധിക്കണം. സഹാബാക്കളെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് അവരുടെ ഇബാദത്തുകളെ കുറിച്ചാണ്. അവർ ധാരാളമായി റുക്കൂ ചെയ്യുന്നവരായിരുന്നു, സുജൂദ് ചെയ്യുന്നവരായിരുന്നു. റുക്കൂ, ഇബാദത്ത്, സുജൂദ് ഇത് പൂർണ്ണമായ ഇബാദത്താണ്. നമസ്കാരത്തിൽ മാത്രമുള്ള ഒരു അമലാണ് റുക്കൂ സുജൂദ് എന്നുള്ളത്. ബാക്കിയുള്ള അമലുകളിൽ ഈ അമൽ ലഭിക്കുകയില്ല. നോമ്പ് ബാക്കിയുള്ള അമലുകളിൽ റുക്കൂഉം സുജൂദും ഇല്ല. റുക്കൂഉം സുജൂദും നമസ്കാരത്തിൽ മാത്രമാണ്. അത് പൂർണ്ണമായ മുക്കമ്മലായ ഇബാദത്താണ്, ഇതാഅത്താണ്. സഹാബത്തിന്റെ മെയ്യാറായിരുന്നു, അവരുടെ മാനദണ്ഡമായിരുന്നു അവരുടെ ഇബാദത്തുകൾ. സഹാബത്ത് ഒരു അമലിനും ചെറുതായി കണ്ടില്ല, ഒരു അമലിനും ചെറുതായി കണ്ടില്ല, ഒരു അമൽ ചെയ്യുന്ന വിഷയത്തിൽ മടി കാണിച്ചില്ല. എങ്ങനെയാണ് അല്ലാഹു ഹുക്മ വന്നത് അങ്ങനെ തന്നെ അതിനെ പൂർത്തിയാക്കി. സുന്നത്താകട്ടെ, ഖിദ്മത്താകട്ടെ, ഇബാദത്താകട്ടെ, ദഅവത്താകട്ടെ എല്ലാത്തിനും അവർ പൂർത്തിയാക്കി. അതുകൊണ്ട് നാം ഓരോരുത്തരും ഈ പരിശ്രമത്തിൽ നമ്മുടെ ഉത്തരവാദിത്തം പൂർത്തിയാകണം. ഞാൻ ഉണ്ടല്ലോ അംതോ ഹേ എന്ന് ചിന്തിച്ചാൽ മതിയാവുകയില്ല. ഞാനുണ്ടല്ലോ, ഞാൻ പരിശ്രമത്തിലുണ്ടല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് പ്രയോജനവുമില്ല. മറിച്ച് നമ്മൾ ഉത്തരവാദിത്തങ്ങൾ പൂർത്തിയാക്കുന്നവരായിരിക്കണം. അതുകൊണ്ട് ആകെ പുരാസ അതിന്റെ ചുരുക്കം ദഅവത്തിന്റെ പരിശ്രമത്തിൽ നമ്മളിൽ വ്യക്തി ജീവിതത്തിൽ അതിൻ്റെതായ അസറാത്തുകൾ പ്രതിഫലനങ്ങൾ ഉണ്ടാകണം. ഇബാദത്തിന്റെ കസറത്തുകൾ ഉണ്ടാകണം. ഒരു സമ്പന്നനായ വ്യക്തി ആ വ്യക്തി അവന്റെ സമ്പന്നനായതിന്റെ പേരിൽ അതിന്റെ അസറാത്ത് അവനിൽ ധാരാളം ജീവിതത്തിൽ ധാരാളം വസ്തുക്കൾ ഉണ്ടാകും. അവന്റെ വീട്ടിൽ അവന്റെ വ്യക്തി ജീവിതത്തിലെല്ലാം വസ്തുക്കൾ വർദ്ധിക്കും, ധാരാളം വസ്തുക്കൾ ജീവിതത്തിൽ ഉണ്ടാകും. അവൻ സമ്പന്നനാണെന്നതിന്റെ അടയാളമാണ്. ഇതുപോലെ നാം ദീനുള്ളവരാണെന്ന അടയാളം നമ്മൾ ധാരാളമായ അമലുകൾ ഉണ്ടാകണം, ഇബാദത്ത് ഉണ്ടാകണം. സമ്പന്നയിൽ വസ്തുക്കൾ വർദ്ധിക്കുന്ന പോലെ ദീനുള്ള വ്യക്തിയിൽ അമലുകൾ വർദ്ധിക്കണം. കാരണം നമ്മുടെ ദഅവത്ത് അമലുകളിലേക്കാണ്. അമലുകളിലേക്കുള്ള ദഅവത്താണ്, വെറുതെ ഒരു ദഅവത്തല്ല. മറിച്ച് നമ്മുടെ മുഴുവൻ ദഅവത്തും അമലുകളിലേക്കാണ്. വെറുതെ ദഅവത്ത് ചെയ്തു പോകലില്ല, മറിച്ച് ഈ വർഷം കൊണ്ട് നമ്മൾ ഖൈറാത്തുകൾ ഉണ്ടാകും. ഒരു ഖൈർ മറ്റൊരു ഖൈറിലേക്ക് തടസ്സമാവുകയില്ല, മറിച്ച് ഒരു ഖൈർ മറ്റൊരു സഹായിയാകുകയില്ല. ദീന്റെ പരിശ്രമം ഒരു ഇബാദത്തിന് തടസ്സമാവുകയില്ല. ദീന്റെ പരിശ്രമത്തിന്റെ പേരിൽ ഒരു ഇബാദത്ത് ഉപേക്ഷിക്കപ്പെടുകയില്ല. കാരണം ഈ ഖൈർ മറ്റൊരു ഖൈറിന് സഹായിയാവുകയില്ല. പറഞ്ഞു നന്മകൾ പരസ്പരം സഹായികളാണ്, അതുപോലെ തിന്മകൾ പരസ്പരം സഹായികളാണ്. നമ്മുടെ നാട്ടിലെ വ്യക്തി ജീവിതത്തിൽ അമലുകൾ വർദ്ധിക്കണം. എനിക്ക് നമ്മുടെ സുന്നത്തിനെ ഇത്തിബാ ചെയ്യുന്ന വർദ്ധിക്കണം. ഹയാത്ത് സഹാബ അതിനുവേണ്ടിയാണ് എഴുതിയിരിക്കുന്നത്. സഹാബാക്കളെ ധാരാളമായി അവരുടെ ഇബാദത്തുകൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഹയാത്ത് സഹാബ എഴുതിയിരിക്കുന്നത്. ഇത് കണ്ണാടി പോലെ, കണ്ണാടി മറ്റുള്ളവരെ തിരിച്ചു വെച്ചാൽ നമ്മുടെ കുറവുകൾ, നമ്മുടെ അവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കില്ല. മറിച്ച് മറ്റുള്ളവർക്ക് അവരെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ഭോപ്പാലോട് മഹാൻ അദ്ദേഹം പറയാനുണ്ടായിരുന്നു, തബ്ലീഗിന്റെ ദീനിന്റെ പരിശ്രമങ്ങളുണ്ടായ വലിയൊരു പ്രയോജനം പരിശ്രമം കൊണ്ട് മറ്റുള്ളവരെ തിരിച്ചു വെച്ച കണ്ണാടി സ്വന്തം നേരെ തിരിയുകയുണ്ടായി. സ്വന്തം കുറവുകൾ കാണാൻ സാധിച്ചു. മറ്റുള്ളവരെ കുറവുകളൊക്കെ നോക്കിയത് ഉള്ളത് ഈ ദീനി പരിശ്രമങ്ങളോടി മനുഷ്യൻ സ്വന്തം കുറവുകൾ, സ്വന്തം ന്യൂനത മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെ നമസ്കാരങ്ങൾ ഉപേക്ഷിച്ചവർ അതിനെ കണക്കാക്കി നമസ്കാരങ്ങൾ പതാവിടാൻ തുടങ്ങി. സകാത്ത് കൊടുക്കാത്തവർ അവർ സകാത്ത് കണക്കാക്കി സകാത്ത് വിടാൻ തുടങ്ങി. ഈ കണ്ണാടി സ്വന്തം നേരെ തിരിച്ചതിന്റെ പേരിലുള്ള പ്രയോജനമാണ്. അതിൽ നമ്മുടെ കുറവുകൾ ഇല്ലാത്ത ഈ പരിശ്രമങ്ങൾ നമ്മുടെ കുറവുകൾ മനസ്സിലാക്കി അത് ഇല്ലാതാവുകയും ചെയ്യും. അതിലേക്ക് ആവശ്യമുള്ള കാര്യമാണ് ഈ പരിശ്രമത്തിലൂടെ നമുക്ക് ദിക്റും ഉണ്ടായിരിക്കണം. ദിക്റും ഈ പരിശ്രമത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ഈ പരിശ്രമം ചെയ്യുന്നവരിൽ വലിയ ഒക്കത്ത് സംഭവിക്കുന്നു. വളരെ എല്ലാ സ്ഥലത്തും ആൾക്കാരെ പറയുമായിരുന്നു, നമ്മുടെ ഈ പരിശ്രമത്തിൽ രണ്ട് വലിയ രണ്ട് വാഹനത്തിന്റെ ടയറുകളുണ്ട്. ടയറുകളാണ് വീണ്ടും ദിക്റും എന്നത്. വാഹനത്തിന് കുറഞ്ഞത് രണ്ട് ടയറുകളും ആവശ്യമാണ്. ഓരോ ടയറുണ്ടായിട്ട് ഒരു വാഹനം സഞ്ചരിക്കുകയില്ല. അതുപോലെ ദീനിന്റെ പരിശ്രമം മുന്നോട്ട് പോകുന്നതിന് ഏറ്റവും ആവശ്യമുള്ള കാര്യമാണ് നമ്മൾക്ക് ഈ വാഹനത്തിന്റെ ടയറുകളായ എൽമും ദിക്റും ഉണ്ടായിരിക്കുന്നത്. എന്നിൽ അല്ലാഹു എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് അറിയണം. ഇതാണ് എൽമെന്നത്. അതിനുള്ള അതിന്റെ ഹുക്മിന്റെ എൽമ് നമുക്കുണ്ടാകണം. രണ്ട് അവസ്ഥ, ഏത് അവസ്ഥയിലാണോ ആ അവസ്ഥയിൽ എൽമ് നമുക്കുണ്ടാകണം.
മാൾദാരാണെങ്കിൽ സമ്പന്നനാണെങ്കിൽ ആ സമ്പന്നരുടെ അവസ്ഥയിൽ നമുക്ക് ഇൽമുണ്ടാകണം. പാവപ്പെട്ടവനാണെങ്കിൽ ആ പാവപ്പെട്ട അവസ്ഥയിൽ നമുക്ക് അതിനെക്കുറിച്ച് ഇൽമുണ്ടാകണം. അത് ഷേഖുൽ ഹദീസ് ഫളാഇൽ സദഖാത്ത് ഈ രണ്ട് ഭാഗങ്ങളും തുടക്ക ഭാഗം സമ്പന്നന്മാരുടെ ദീനിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു. രണ്ടാമത്തെ ഭാഗം പാവപ്പെട്ടവരുടെ ദീനിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. ഇല്ലെങ്കിൽ പിന്നെ അത്തരത്തിൽ ജഹാലത്ത് വരും. ഇൽമും ദിക്റും തമ്മിൽ ഉയർച്ചയുണ്ടാക്കണം. 5 കാര്യങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയാണ് ആറാമത്തെ കാര്യം. സിഫാത്തിന് 5 കാര്യങ്ങൾ 5 സിഫാത്തുകൾ ഉണ്ടാകാൻ വേണ്ടിയാണ് ആറാമത്തെ കാര്യം. അതല്ലാതെ ആറാമത്തെ കാര്യത്തിന്റെ പേരിൽ ഈ 5 കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ വേണ്ടിയില്ല. അങ്ങനെ വന്നാൽ ആറാമത്തെ കാര്യം വെറും ചലനം, ദഅവത്തിൽ ചലനം മാത്രമായി തീരും. വായികയാണ്, നിയമമാണ്. ഒരു ഖൈർ മറ്റൊരു ഖൈറിലേക്ക് തടസ്സമാവുകയില്ല. അതുകൊണ്ട് പരിശ്രമത്തിൽ കൂടി അസറുണ്ടാകണം. ഈ പരിശ്രമത്തിൽ കൂടി നമ്മളിൽ അസറുണ്ടാകണം. ഈ പരിശ്രമത്തിൽ കൂടി ഒന്നുന്നതാണ് എല്ലാവരും ഉണ്ടായിരിക്കണം. 2 പേരുണ്ട്. രാത്രിയിലെ രാവിലെ മാസാവ ദൂര സ്ഥലങ്ങളിൽ നിന്ന് വാഹനത്തിൽ വന്നവരാണ്. മാസാവ ക്ഷീണമുണ്ടാകും. ആയിരിക്കേണ്ട എല്ലാവർക്കും ക്ഷീണമുണ്ടാകും. മാസാവ ക്ഷീണത്തിന് പേര് ഉണങ്ങിപ്പോകുക. ഇന്ന് സഹായിക്കും. വളരെ പ്രധാനപ്പെട്ട പദാർത്ഥമാണ്. അതൊന്നും ഇനി കിട്ടണമെന്നില്ല. 2-3 മാസത്തിന്റെ ഇടയിൽ നമുക്ക് കിട്ടുന്ന പ്രധാനപ്പെട്ട പദാർത്ഥമാണ്. ഇപ്പൊ എന്താ പറഞ്ഞത്? അഞ്ചാമത്തെ കാര്യം 5 സിഫാത്തുകൾ ഉണ്ടാകാൻ വേണ്ടിയാണ് ആറാമത്തെ കാര്യം. ആറാമത്തെ കാര്യത്തിന്റെ പേര് ദഅവത്തിന്റെ പരിശ്രമത്തിന്റെ പേരിൽ ഈ 5 കാര്യങ്ങൾ പുറകിലേക്ക് പോകാൻ പാടില്ല. അതുകൊണ്ട് പരിശ്രമത്തിൽ കൂടി നമ്മൾ അന്തരുണ്ടാക്കണം. ഏറ്റവും ആദ്യം അല്ലാഹുവുമായുള്ള ബന്ധം ദഅവത്ത് വർദ്ധിക്കണം. അല്ലാഹുവുമായുള്ള ഖൗഫ് വർദ്ധിക്കണം. നബിമാർ പരിശ്രമത്തിൽ കൂടി അവർക്കുണ്ടായ കാര്യമാണ്. ഇന്നഹും കാനൂ യസാരിഊന ഫിൽ ഖൈറാത്ത് വയദ്ഊനനാ റഗ്ബൻ വറഹബൻ വകാനൂ ലനാ ഖാശിഈൻ. നബിമാരെ പറ്റി അല്ലാഹു തആല പറഞ്ഞു, അവർ ഖൈറാത്തുകളിൽ അവർ ധൃതി കാണിക്കുന്നവരായിരുന്നു. അല്ലാഹുവിനെ ഭയത്താലും പ്രതീക്ഷ അല്ലാഹുവിനോട് മുന്നിൽ ദുആ ചെയ്ത് അല്ലാഹുവിനെ വിളിക്കുന്നവരായിരുന്നു. അമ്പിയാക്കളുടെ ആളുകൾ നമുക്ക് അല്ലാഹു തആല പറഞ്ഞു തന്നത്, അവരുടെ ദുആകൾ നമുക്ക് പറഞ്ഞു തന്നത് ഈ ഉമ്മത്ത് നബിമാരുടെ പരിശ്രമം ചെയ്യാനുള്ളവരാണ്. നമ്മുടെ ജീവിതത്തിൽ സുന്നത്തിന്റെ ജീവിതം ഉണ്ടാകണം. എത്ര നമ്മുടെ ജീവിതത്തിൽ ഒന്നും നോക്കണം. ജീവിതത്തിൽ ഒന്നും നോക്കണം. ഇല്ല എങ്കിൽ വാഹനം, ഈ രണ്ടുമില്ല എങ്കിൽ വാഹനം സഞ്ചരിക്കില്ല. പഞ്ചറായ വാഹനം പോലെ ഈ പരിശ്രമത്തിൽ ഇന്നുകൊണ്ട് നമ്മുടെ കുറവുകൾ നമ്മൾ ഉപേക്ഷിക്കുന്നവരായിരിക്കും. ഇല്ലെങ്കിൽ ചെയ്തിട്ട് തരേണ വെച്ച് നമ്മൾ വിശ്രമിക്കുന്നവരായി പോകും. ഇതിന് പരിശ്രമം ചെയ്ത് തരേണ വെച്ച് നമ്മൾ വിശ്രമിക്കുന്നവരായി പോകും. മറിച്ച് മരണം വരെ പരിശ്രമിക്കാനുള്ളതാണ്, വിശ്രമത്തിനുള്ളതാണ്. ഈ മുക്കമ്മലാണ് ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. മുക്കമ്മലിക്കലോ ആകെകളോ 2 കാര്യങ്ങൾ നമ്മൾ പ്രധാനപ്പെട്ട കൽപ്പനയാണ്. ഇതിനെ പരിശ്രമിച്ച് നമ്മൾ പ്രധാനപ്പെട്ട കാര്യം ഒന്ന്, ഈ നമ്മുടെ ജീവിതത്തിൽ മുക്കമ്മലാക്കണം, പരിപൂർണമാക്കണം. അതോടൊപ്പം ഇതിന്റെ പരിശ്രമത്തിൽ നമ്മൾ മുന്നെടുക്കുകയും ചെയ്യണം. ഇത് 2 പ്രധാനപ്പെട്ട കുന്നുകളാണ്. ഈ പരിശ്രമം കിട്ടി, ഈ പരിശ്രമത്തിൽ വലിയ താക്കത്തുണ്ട്. അതിന്റെ താക്കത്താണ് നമുക്ക് തർബീയത്തുണ്ടാകും. നമ്മുടെ ഭയമുണ്ടാകും, അള്ളാഹുവിന്റെ ഭയമുണ്ടാകും. നമ്മുടെ അള്ളാഹുവിനോട് നമ്മുടെ ഹുക്മുകളോട് മുഹബ്ബത്തുണ്ടാകും. സഹാബാക്കൾ ദീനിൽ പരിശ്രമം ചെയ്തപ്പോൾ അള്ളാഹുവിന്റെ ഹുക്മുകളോട് അവർക്ക് മുഹബ്ബത്തുണ്ടായി. പറയുമായിരുന്നു, ദഅവത്തിന്റെ പരിശ്രമം ശരിയായി നാം ചെയ്താൽ അള്ളാഹുവിന്റെ ഹുക്മുകളോട്, കൽപ്പനകളോട്, അള്ളാഹുവിന്റെ ഓരോ കൽപ്പനയും നമുക്ക് അതിനോട് സ്നേഹമുണ്ടാകും. ദുനിയാവിന്റെ പരിശ്രമം ചെയ്യുന്നെങ്കിൽ വസ്തുക്കളോട് സ്നേഹമുണ്ടാകും. ഇതുപോലെ ദീനിന്റെ പരിശ്രമം ചെയ്യുന്നതോടെ അമലുകൾ നമുക്ക് മുഹബ്ബത്തുണ്ടാകും. നമസ്കാരത്തോട്, ദിക്റിനോട്, ഇബാദത്തിനോട് സ്നേഹം ഉണ്ടാകും. ഇതാണ് ഈ പരിശ്രമത്തിന്റെ മുഖാലമ. അമലുകളുടെ പാപത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. സുന്നത്തിന് പോലെ അമലുകൾ ചീട്ടയുണ്ടാകും. ഇൻഫ്രാന്റെ ജീവിതത്തിൽ ഈ പരിശ്രമത്തിൽ കൂടി അമാലിന്റെ ചീട്ട നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതുപോലെ സുന്നത്തിന്റെ ചീട്ട നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എല്ലാ കാര്യത്തിലും സുന്നത്താണ് നോക്കണം. ഇത് സുന്നത്തെന്താണ്? സുന്നത്തെ നോക്കിക്കൊണ്ടിരിക്കണം. സുന്നത്ത് ഉപേക്ഷിച്ചത് വഴികേടിലാകും. നിങ്ങളുടെ നബിയുടെ സുന്നത്തിൽ ഉപേക്ഷിച്ചാൽ നിങ്ങൾ വഴികേടിലാകും. സുന്നത്തിനായിട്ടുള്ള വഴികേടാണ്. സുന്നത്താണ് നമ്മളെ സ്വർഗത്തിലേക്ക്, നന്മയിലേക്ക് എത്തിക്കുന്ന വഴി. കാരണം സുന്നത്ത് ഹിദായത്തിന്റെ അടയാളമാണ്, മേയാറാണ്, മാനദണ്ഡമാണ്. ഒരാൾ ഹിദായത്തിലാണ് നടക്കുന്നത് സുന്നത്തിന് നോക്കിയിട്ടാണ്. സുന്നത്തിനെ കുറിച്ചുള്ള കഴിവ് നമ്മൾ ഉണ്ടാകണം. അങ്ങനെ നമ്മുടെ ആദത്തുകൾ, നമ്മുടെ ദിനചര്യകൾ അത് ഇബാദത്തായി മാറണം. സുന്നത്തിലൂടെയാണ് ജീവിതത്തിലൂടെ ഇബാദത്താകുന്നത്. നമ്മുടെ ജീവിതം വഴി ഇബാദത്താകുന്നത് സുന്നത്ത് വരുമ്പോഴാണ്. നമ്മുടെ ഭക്ഷണം കഴിക്കുന്ന ബാക്കിയുള്ള കാര്യം ഇബാദത്താകുന്നത് സുന്നത്ത് വരുമ്പോഴാണ്. അതുകൊണ്ട് ഇഫ്രാദ് വ്യക്തിപരമായ ജീവിതത്തിലേക്കാണ് ഇതെല്ലാം ഉണ്ടാകുന്നത് നോക്കുന്നത്. ഇല്ലെങ്കിൽ സ്വന്തം നമുക്ക് തോന്നും, ഞാൻ കുഴപ്പമില്ല, ഞാൻ ഇത് ചെയ്യുന്നുണ്ടെന്ന് തോന്നും. നമ്മുടെ ഓരോരുത്തരും പരിശ്രമത്തിൽ മുന്നിലാക്കിയവരാണ്. അള്ളാഹു തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അതിന്റെ പേരിൽ നാം വിവാദത്തിൽ ബാക്കി അമലുകൾ മുന്നിലാവുകയും ചെയ്യണം. ഇതിന്റെ പരിശ്രമത്തിൽ നമ്മൾ അള്ളാഹു മുന്നിലാക്കി. ഇതുപോലെ തന്നെ
നാം ഈ വാദത്തിൽ മറ്റ് അമലുകളിൽ മുന്നിലാവുകയും ചെയ്യണം. ദഅവത്തിന്റെ പരിശ്രമത്തിൽ കൂടി അള്ളാഹുവിന്റെ നുസ്രത്ത്, അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും. പക്ഷെ അതല്ല നമ്മുടെ ലക്ഷ്യം. ദീനിൽ പരിശ്രമം ചെയ്താൽ തീർച്ചയായും അള്ളാഹുവിന്റെ സഹായം നുസ്രത്ത് ഉണ്ടാകും. പക്ഷെ നമ്മുടെ ലക്ഷ്യം അള്ളാഹുവിന്റെ സഹായമല്ല. ലക്ഷ്യം നമ്മുടെ ഇഫ്രാദി ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകാൻ. അസൽ ലക്ഷ്യം അതാണ്. ഈമാനിയായ ജീവിതത്തിൽ ഉണ്ടാകണം. അഖ്ലാഖിന്റെ ഇബാദത്തിന്റെ ഹുഖൂഖുൽ ഈമാൻ സൃഷ്ടിയുടെ കടമകൾ പൂർത്തിയാക്കുന്നവരാണ്. ഇതിനായ ഖിലാസ് ഉള്ളത്, ഇതിനായാൽ അത് ഖിലാസ് ഉള്ളതിന്റെ അടയാളമാണ്. ഖിലാസ് അത് മുഖ്ലിസീങ്ങൾ കാരണമായി ഫിത്നകൾ ഇല്ലാതായിരിക്കും. ഇതുപോലെ ദുനിയാവിന്റെ ലക്ഷ്യങ്ങളുള്ളവർക്ക് അവർക്കൊക്കെ ഫിത്നകൾ ഉണ്ടാകുന്നത് പോലെ ഖിലാസ് ഉള്ളവരിലൂടെ ഫിത്നകൾ ഇല്ലാതായിരിക്കും. അതുകൊണ്ട് ആഖിറത്തിൽ മുൻവെച്ചുകൊണ്ട് നമ്മൾ പരിശ്രമിക്കണം. തന്റെ ഉത്തരവാദിത്തങ്ങൾ പൂർത്തിയാക്കണം. ഒരാമൽ മറ്റൊരു ആമൽ കാരണം ഉപേക്ഷിക്കാൻ കാരണമാകരുത്. അതുകൊണ്ട് നമ്മൾ തൗബ ചെയ്യണം. പരിശ്രമത്തിൽ വീഴ്ച തൗബ ചെയ്യണം. അള്ളാഹ് ഏറ്റവും ഇഷ്ടമുള്ള എല്ലാവരും തെറ്റ് ചെയ്യുന്നവരാണ്. അള്ളാഹ് ഏറ്റവും ഇഷ്ടമുള്ളവർ തെറ്റ് ചെയ്ത് അള്ളാഹുവിനെ തൗബ ചെയ്യുന്നവരാണ്. അള്ളാഹുവിന്റെ ബന്ധം നമ്മൾ നന്നാക്കണം. അമ്പിയാക്കൾ കൂടുതലായി അള്ളാഹുവിനെ ഇസ്തിഗ്ഫാർ ചെയ്യുക. ആർക്കാണ് ദിക്ർ ചെയ്യുന്നതിന്റെ ചിന്ത പാപം ചെയ്യുന്നത്, അത് ഇസ്തിഖാമത്ത് ഉണ്ടാകാൻ കാരണമായിരിക്കും. ഓരോ ദിക്റിന്റെ ഹാസ്യത പ്രത്യേകതയാണ്. ഓരോന്നിനും അതിൻ്റെതായ ഹാസ്യ പ്രത്യേകതയുണ്ട്. ദിക്റിന്റെ പ്രത്യേകതയാണ് അതിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഇസ്തിഖാമത്ത് ഉണ്ടാകാൻ കാരണമായിരിക്കും. നബിമാരോട് അള്ളാഹുവിന്റെ കൽപ്പനയായിരിക്കും. മൂസാ നബിയോട് അള്ളാഹുവിന്റെ കൽപ്പനയാണ്, എന്റെ ദിക്റിന് അശ്രദ്ധമാകാൻ പാടില്ല. എല്ലാ സാധനങ്ങളും ഒരുമിച്ച് കൂടുമ്പോഴാണ് തുല്യമാകുന്നത്, തീരെ വിഷമാകുന്നത്. ബിരിയാണി പല വസ്തുക്കൾ ഒരുമിച്ച് കൂടുമ്പോൾ ഉണ്ടാകുന്നതാണ്. വെറും ബിരിയാണിയുടെ ദഅവത്ത് കൊണ്ട് ചടങ്ങുകൊണ്ട് മാത്രം ബിരിയാണി ഉണ്ടാവുകയില്ല. വെറും അരിയുള്ളതിന് പേരിൽ മാത്രം ബിരിയാണി ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഇതിന്റെ പരിശ്രമം, ഈ അമലുകളെല്ലാം, ഈ ദിക്റും സുന്നത്തും നമസ്കാരവും ഇബാദത്തും എല്ലാം ഒരുമിച്ച് കൂടുമ്പോഴാണ് തബ്ലീഗിന്റെ പരിശ്രമമായി തീരുന്നത്. അതുകൊണ്ട് നമ്മുടെ ദഅവത്തിന്റെ പരിശ്രമം ദീനിന്റെ നുസ്രത്താണ്, ദീനിനെ സഹായിക്കലാണ്. നുസ്രത്ത് ബാക്കിയാക്കി ഹിജ്റത്ത് അവസാനിപ്പിച്ചു. ഇതിന്റെ നുസ്രത്ത് ഖിയാമത്ത് നാൾ വരെ ബാക്കിയാണ്. ജന്മനാലി ഉത്തരവാദിത്വം ബാക്കിയാണ്. നമ്മുടെ പരിശ്രമത്തിൽ കൂടി നുസ്രത്ത് നമ്മുടെ പരിശ്രമം ദീനെ സഹായിക്കുന്ന ഒരു ശക്തിയാണ്, രൂപമാണ്. ഈ പരിശ്രമം ഭൂമിക്ക് വെള്ളം നൽകുന്നത് പോലെയാണ്. വെള്ളത്തിലൂടെ എല്ലാ വസ്തുക്കളും വരും, എല്ലാം പുറത്തേക്ക് വരും. ഇതുപോലെ ഇതിന്റെ പരിശ്രമം വെള്ളം പോലെയാണ്, അസിലാണ്. അതിലൂടെ എല്ലാ ഹൈറാത്തുകളും വരാൻ കാരണമായിരിക്കും. അതുകൊണ്ട് നാം അള്ളാഹുവോട് ചോദിച്ചുകൊണ്ടിരിക്കണം. അള്ളാഹു അവൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യണം. ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളാണ്. അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന മഹാത്മാ ദീന്റെ വഴിയിൽ അനുഭവിക്കുന്ന ത്യാഗത്തിൽ അനുഭവിച്ച് പരിശ്രമിച്ചപ്പോൾ അവരെ വായിൽ വരുന്ന വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതെല്ലാം അവർക്ക് ലഭിച്ചത് ദീന്റെ വഴി അവരുടെ സമയം, അവരുടെ ശരീരം, അവരുടെ സമ്പത്തെല്ലാം അർപ്പണം ചെയ്തപ്പോൾ ലഭിച്ചതാണ്. അള്ളാഹു താല ദീനിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളെ അർപ്പണം ചെയ്യുകയാണ്. അർപ്പണത്തിൽ കൂടി മാത്രമാണ് ഇന്നത്തിന് ഉയർച്ചയുണ്ടാകുന്നത്. ഇതെല്ലാം ഉയർന്ന ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരണം. ഇതെല്ലാം ഉണ്ടാകുന്നത് ത്യാഗത്തിൽ കൂടി, കഷ്ടപ്പാടിൽ കൂടിയാണ്. കഷ്ടപ്പാടിൽ കൂടി നമ്മുടെ ജീവിതത്തിൽ ഉയർന്നാണ്. ദീൻ ഏറ്റവും ഭംഗിയാകാൻ കാരണമായി, ദീൻ ഏറ്റവും ഉയർന്നതാകാൻ കാരണമായി. ദീൻ നമ്മൾ കേടുന്നത് ദീനിന്റെ ഏറ്റവും ഭംഗിയുള്ള ദീനാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. ഏറ്റവും ഭംഗിയുള്ള ദീൻ, ഇതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഏറ്റവും ഭംഗിയുള്ള മൗലാന സംസാരത്തിൽ മറ്റു സംസാരം പറയുന്നത് ദീന്റെ പരിശ്രമത്തിൽ കൂടി നമ്മൾ ഹുസ്നായിരിക്കണം. ചില കാര്യം നല്ല ഭംഗിയുള്ള നീയത്ത്, ഉയർന്ന നീയത്ത് ഉണ്ടായിരിക്കണം ദീന്റെ പരിശ്രമത്തിൽ കൂടി. അതുപോലെ ഉയർന്ന അഖ്ലാഖ് ഉണ്ടായിരിക്കണം. ഏറ്റവും ഉയർന്ന അഖ്ലാഖ് ദീന്റെ പരിശ്രമം ചെയ്യുന്ന നമ്മൾ ഓരോരുത്തരെയും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്ന് ഹുസ്ന നീയത്ത്, മറ്റൊന്ന് ഹുസ്ന അഖ്ലാഖ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം സയ്യിദ് റഹ്മത്തുള്ളാഹി പറയുമായിരുന്നു, ദീന്റെ പരിശ്രമത്തിൽ കൂടി നമ്മൾ ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ഹുസ്ന നീയത്ത്, ഹുസ്ന അഖ്ലാഖ്. ഏറ്റവും ഭംഗിയുള്ള സ്വഭാവം നമ്മൾ ഉണ്ടായിരിക്കും. കാരണം ഓരോ വസ്തുവിനെയും ഓരോ വ്യക്തികളെയും നമ്മളിലേക്ക് അടുപ്പിക്കാൻ ഒരു ടൂൾസാണ് നല്ല സ്വഭാവം എന്നുള്ളത്. അതിലൂടെ ജനങ്ങൾ നമ്മളിലേക്ക് അടുപ്പിക്കും. നല്ല സ്വഭാവത്തിൽ കൂടി നമ്മളിലേക്ക് അടുപ്പിക്കും. ഇസ്മാലിന്റെ കാലഘട്ടത്തിൽ ജനങ്ങൾ ദീന ദർശനം വ്യാപകമായി നടക്കുന്ന കാലഘട്ടത്തിൽ, ജനങ്ങൾ ദീനിനെ പറ്റി നമ്മളെ ബഹുമാനിക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ സ്വഭാവങ്ങൾ മോശമാകാൻ കാരണമായിരിക്കും. പറയുന്നത് സഹാബാക്കളുടെ കാലഘട്ടം കഴിഞ്ഞ അവസാന കാലഘട്ടമായപ്പോൾ അന്ന് ജനങ്ങൾ ദീൻ ലോകത്തിൽ വ്യാപിക്കാൻ തുടങ്ങി, ജനങ്ങൾ വർദ്ധിക്കാൻ തുടങ്ങി, ദീന്റെ ബന്ധങ്ങൾ പരസ്പരം ബഹുമാനിക്കാൻ തുടങ്ങി. ഈ സമയത്ത് പരസ്പരം ഹൃദയങ്ങൾ അകലുന്ന വാക്കുകൾ പുറപ്പെടാൻ തുടങ്ങി. അദ്ദേഹത്തിന് മുന്നിൽ ഒരു മനുഷ്യൻ കടന്നുപോവുകയാണ്. നല്ല ഉയർന്ന ഒരു കുതിരയുടെ പുറത്ത് മനുഷ്യൻ പറയുന്നു, ഞങ്ങളെക്കാൾ ഈ ഖിലാഫത്തിന് അധികാരത്തിന് അർഹനായ ആരാണത്?
പറയും, എന്റെ മനസ്സിൽ തോന്നി അതിന് മറുപടി പറയാൻ, നിങ്ങളെക്കാൾ അർഹരായവർ നിന്റെ പിതാവിനെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ ആരാണോ കാരണമായത് അവരാണ് ഇതിലേക്ക് അർഹരായത് പറയാൻ മറുപടി പറയാൻ തോന്നി. പക്ഷേ ഞാൻ സ്വർഗത്തെ അനുഗ്രഹം കുറിച്ച് ഓർപ്പിക്കുകയും ഞാൻ അതിനെ ഉപേക്ഷിക്കുകയും ചെയ്യും. ഇസ്തിഗ്ഫാറിന്റെ കാലഘട്ടത്തിൽ വ്യാപകമാകുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾ പരസ്പരം ദീനിനെ ബഹുമാനിക്കുന്ന കാലഘട്ടത്തിൽ അത് നമ്മളെ മോശമാക്കുകയും ചെയ്യും. നമ്മൾ മോശമാക്കാൻ കാരണമായിത്തീരും, ഫിത്നകൾ വർദ്ധിക്കാൻ കാരണമായിത്തീരും. ഈ സമയത്ത് ഏറ്റവും ആവശ്യമുള്ളത് പ്രശ്നം മനസ്സിലാക്കാൻ ഏറ്റവും നല്ല സ്വഭാവമായിത്തീരും. ഏറ്റവും നല്ല സ്വഭാവം പ്രത്യേകിച്ച് ദീനിന്റെ കർഷകത്തിൽ ജനങ്ങളെ യോജിപ്പിക്കാൻ ഏറ്റവും ആവശ്യമാണെന്നാണ് ക്ഷമ എന്നുള്ളത്. ക്ഷമ എന്നുള്ളത് മനുഷ്യരെ അടുപ്പിക്കാൻ ഏറ്റവും ആവശ്യമായ കാര്യമാണ്. ഈ ദീനിന്റെ കർഷകം ചെയ്യുമ്പോൾ ക്ഷമിക്കേണ്ട പല മറാഹലുകൾ, പല കടമകൾ മുന്നിൽ വരും. കാരണം പറയാറുണ്ട്, ദീനിന്റെ കർഷകത്തിൽ പല മർഹലകളുണ്ട്. ഒരുപോലെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പല മർഹലകൾ, അവന്റെ കുട്ടിക്കാലം, അവന്റെ യുവത്വം, വാർദ്ധക്യം, ഇതുപോലെ പല മർഹലകൾ ഉള്ളതുപോലെ ദീനിന്റെ കർഷകത്തിൽ പല മർഹലകൾ ഉണ്ടാവും. ചിലപ്പോൾ സ്വീകരിക്കുന്ന കാലഘട്ടം, ചിലപ്പോൾ ജനങ്ങൾ ബുദ്ധിമുട്ടിക്കുന്ന കാലഘട്ടം, ജനങ്ങൾ സ്വീകരിക്കുന്ന ബഹുമാനിക്കുന്ന കാലഘട്ടം. ഇത് വലിയ ഫിത്നയുടെ കാലഘട്ടമാണ്, വലിയ പരീക്ഷയുടെ കാലഘട്ടമാണ്. നമ്മൾ മോശമാകാൻ കാരണമായിട്ട് അതുപോലെ ജനങ്ങൾ ബുദ്ധിമുട്ടിക്കുന്ന കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ ക്ഷമ ഉണ്ടായിട്ട് ക്ഷമ വളരെ ഏറ്റവും ആവശ്യമുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് ദീനിന്റെ കർഷകത്തിൽ. സഹാബാക്കൾ അവരുടെ ജീവിതത്തിൽ വലിയ ഉയർന്ന ഗുണമായിരുന്നു ക്ഷമ എന്നത്, വലിയ ഉയർന്ന ഗുണമായിരുന്നു. അപ്പോൾ എന്ന് പറയുന്നു, അദ്ദേഹം ഒരിക്കൽ അടുക്കൽ എന്ത് ആവശ്യത്തിന് വേണ്ടി അദ്ദേഹത്തിന് ഭരണത്തിൽ കഴിയാൻ അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നു. പക്ഷെ ആവശ്യം പൂർത്തിയാക്കിയില്ല. പ്രധാനപ്പെട്ട സഹാബിയാണ്. അദ്ദേഹം പറഞ്ഞു, കുഴപ്പമില്ല, ഞാൻ ക്ഷമിക്കുന്നു, എന്റെ എന്നോട് പറഞ്ഞിരിക്കുന്നത് ക്ഷമിക്കാൻ വേണ്ടിയാണ്. അൻസാരിയോട് തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ക്ഷമിക്കണം, നിങ്ങളെ വിലമതിക്കുകയില്ല, നിങ്ങൾ ദീനിന്റെ എല്ലാം നൽകിയവരാണ്. പക്ഷേ ഒരു കാലഘട്ടം വരും, നിങ്ങൾ ജനങ്ങളെ വിലമതിക്കുകയില്ല, ജനങ്ങൾ പുറത്താക്കും, നിങ്ങളുടെ ഹുക്കൂകൾ പൂർത്തിയാക്കിയില്ല, നിങ്ങൾ നൽകപ്പെടുകയില്ല. നിങ്ങൾ ക്ഷമിക്കണം. ഏതുവരെ ക്ഷമിക്കണം? ഹൗലുൽ കൗസറിനെ കണ്ടുമുട്ടുന്നവരെ ക്ഷമിക്കണം. ദീനിന്റെ ദർശനത്തിൽ നമ്മളോട് കർത്താവിന് ആവശ്യപ്പെടലാണ് നാം ദീനിന്റെ ദർശനം ക്ഷമയോടുകൂടി ചെയ്യണം. ദീനിന്റെ ദർശനം നല്ല അഖ്ലാഖോട് ചെയ്യണം. നല്ല അഖ്ലാഖ് കാണിക്കുന്നതിന് പേരിൽ മാത്രമേ ജനങ്ങൾ അടുക്കുകയുള്ളൂ. കടുപ്പം കാണിക്കുന്നതിന്റെ പേരിൽ, കടുത്ത പെരുമാറ്റത്തിന്റെ പേരിൽ ജനങ്ങൾ അകന്നു പോകാൻ കാരണമായിട്ടുണ്ട്. ഇതുപോലെ പറഞ്ഞു, ബദറിൽ സഹാബാക്കൾ മുശ്രിക്കുകളെ കൊണ്ടെത്തി പോകുന്ന ഒരു ജാസൂസിനെ, ഒരു ചാരനെ പിടിച്ചു. അത് യുദ്ധത്തിന്റെ പഴയ കാലത്ത് നിയമമാണ്. ചാരനെ ചെയ്യാൻ പാടില്ല. സഹാബാക്കൾ പിടിച്ച് കടുപ്പം കാണിക്കാൻ പറയും. തങ്ങൾ സല്ലല്ലാഹു പറഞ്ഞു, കടുപ്പം കാണിക്കില്ല, അതിന്റെ ഒരു പ്രയോജനമില്ല. കടുപ്പം കാണിക്കുന്നതിന് ഹൈർ ഉണ്ടാവുകയില്ല. കടുപ്പം കാണിച്ചതിന് ലോകത്ത് ഹൈർ നിലനിന്നിട്ടില്ല. തങ്ങൾ പറഞ്ഞു, കടുപ്പം കാണിക്കില്ല. സഹാബാക്കൾ അവരുടെ മുശ്രിക്കുകളെ എണ്ണം അറിയാൻ വേണ്ടി, അവരുടെ യുദ്ധ അസ്ത്രങ്ങൾ അറിയാൻ വേണ്ടിയാണ് കടുപ്പം കാണിച്ചത്. തങ്ങൾ ചോദിച്ചവൻ ആ ചാരനോട്, നിങ്ങളുടെ ഭക്ഷണത്തിന്റെ ക്രമീകരണം എങ്ങനെയാണ്? ഞങ്ങൾ എല്ലാ ദിവസവും 10 ഒട്ടകത്തെ ഇറക്കും. വീട്ടിലേക്ക് നമ്മുടെ കാര്യം നടന്നു, നമ്മുടെ കാര്യം കഴിയുന്നു. സഹാബാക്കൾ എന്താണ്? അവർ ഏകദേശം 1000 പേരാണ്, ഒരൊട്ടകം 100 പേരാണ് കഴിയുന്നത്. അതായത് 1000 പേരാണ്. കടുപ്പം കാണിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ആവശ്യം പൂർത്തിയായാലും മതി. നമുക്ക് ഹിമ്മത്തോടുകൂടി നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കേണ്ട ആവശ്യമേ ഉള്ളൂ. ദീനിന്റെ ദർശനത്തിൽ കടുപ്പം കാണിച്ചതിന്റെ പേരിൽ, കടുത്ത സ്വഭാവത്തിന്റെ പരിശോധിച്ചതിന്റെ പേരിൽ നമ്മൾക്ക് ജനങ്ങൾ അടുക്കില്ല, മറിച്ച് അകന്നു പോയിരുന്നു. അനുഭവത്തിന്റെ ദർശനം നല്ല പ്രശ്ന അഖ്ലാഖോട് ചെയ്യലാണ്. പിന്നെ പറഞ്ഞു, പ്രശ്ന സുലൂഖോട് ചെയ്യണം, നല്ല രീതിയിൽ ചെയ്യണം. എങ്ങനെയും ചെയ്യില്ല, നല്ല വാക്ക്, നല്ല രീതി. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ചെയ്യേണ്ട സമയത്ത് അദ്ദേഹം ബൈഅത്ത് ചെയ്തില്ല. അൻസാരിയിൽപ്പെട്ട പ്രധാനപ്പെട്ട സഹാബിയാണ്. അദ്ദേഹം ബൈഅത്ത് ചെയ്തില്ല. പക്ഷേ അദ്ദേഹം ബൈഅത്ത് ചെയ്തില്ല, അദ്ദേഹത്തിന് മോശമായി പെരുമാറിയില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു കാര്യത്തെ ചർച്ച ചെയ്തില്ല, അത് വലിയ സംഭവമാക്കിയില്ല. അബൂബക്കർ മരണപ്പെട്ടു പോയി, അതുവരെ അദ്ദേഹം ബൈഅത്ത് ചെയ്തില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടം ഖിലാഫത്ത് വന്നപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങൾ ബൈഅത്ത് ചെയ്യുന്നില്ലേ? നിങ്ങളെക്കാൾ അർഹനായ വ്യക്തി അദ്ദേഹം മരിച്ചുപോയി, ഞാൻ ബൈഅത്ത് ചെയ്തില്ല, നിങ്ങൾ ഞങ്ങളെ ബൈഅത്ത് ചെയ്തു. ഉമർ റളിയല്ലാഹു അൻഹു അതിന് പ്രശ്നമാക്കിയില്ല, അത് ചെറിയ കാര്യമായി മനസ്സിലാക്കി, അതൊരു പ്രശ്നമാക്കിയിട്ടില്ല. നല്ല രീതിയിൽ അവരുമായി പെരുമാറി, നല്ല രീതിയിൽ പെരുമാറി. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിന്റെ കാലഘട്ടത്തിൽ ഖാലിദ് അൽ-അഹ്മദി എന്ന് പറയുന്ന മനുഷ്യൻ 6 മാസം വരെ ബൈഅത്ത് ചെയ്തില്ല. എല്ലാ ദിവസവും അദ്ദേഹത്തിനടുക്കൽ പോകുമായിരുന്നു, എല്ലാ ദിവസവും അദ്ദേഹത്തിനടുക്കൽ പോകുമായിരുന്നു, നല്ല രീതിയിൽ പെരുമാറുമായിരുന്നു. അവസാനം അദ്ദേഹം 6 മാസം കഴിഞ്ഞപ്പോൾ ബൈഅത്ത് ചെയ്യാൻ തയ്യാറായി. അബൂബക്കർ പറഞ്ഞു, നീ എന്റെ അടുക്കൽ ബൈഅത്ത് ചെയ്താൽ പോരാ, പള്ളിയിൽ വെച്ച് ജനങ്ങളെ വിളിച്ച് ബൈഅത്ത് ചെയ്യണം. നിന്റെ ജനങ്ങൾക്ക് തെറ്റായ ധാരണകൾ മാറും. അതിനോട് കാരണമായിട്ടുണ്ട്. മോശമായ തന്നോട് അകന്നു നിൽക്കുന്ന വ്യക്തിയോടും സഹാബാക്കൾ അവരുടെ പ്രശ്നത്തിലേക്ക് നല്ല സുലൂക്കിൽ, നല്ല രീതിയിൽ അവർ പെരുമാറി. അതിലൂടെ അവർ അടുക്കാൻ കാരണമായിട്ടുണ്ട്. നല്ല വാക്കുകൾ പറഞ്ഞില്ല, അവർ അടുക്കാൻ കാരണമായി.
തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശോധന രീതിയായിരുന്നു നല്ല വാക്കുകൾ പറഞ്ഞ് അവരെ ദീനിൽ പഠിപ്പിക്കുക എന്നുള്ളത്. ഇതിന്റെ വഫാത്തായ സമയത്ത് അൻസാരികൾ അവർ ഒരുമിച്ച് കൂടി സഖീഫ് ഗോത്രത്തിൽ അവർ ഒരുമിച്ച് കൂടി അവർ പറഞ്ഞു അൻസാരി എന്നൊരാളെ അമീറാകണം, മുഹാജിരി എന്നൊരാൾ അമീറാകണം. ഇത് അറിഞ്ഞപ്പോൾ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു, ഉമർ റളിയല്ലാഹു തആല അൻഹു, അബൂബക്കർ പ്രധാനപ്പെട്ട സഹാബാക്കൾ അൻസാരികളൊക്കെ എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ചില കാര്യങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിച്ചു, പക്ഷെ എന്നെ ഇരുത്തി അബൂബക്കർ ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ട് അബൂബക്കർ തന്നെ എണീറ്റിരുന്നിട്ട് അൻസാരികളുടെ മുന്നിൽ അവരുടെ എന്തെല്ലാം മഹത്വങ്ങൾ തങ്ങൾ പറഞ്ഞിട്ട് മുഴുവൻ മഹത്വം അവരോട് പറഞ്ഞു. അപ്പൊ ഉമർ ഞാൻ പറയാം, എന്തെല്ലാം പ്രധാനികൾ അൻസാരികൾ ചെയ്തത് പറഞ്ഞാൽ മുഴുവൻ അവർ മുന്നിൽ പറഞ്ഞു. അവരുടെ മഹത്വങ്ങൾ പറഞ്ഞു, നിങ്ങൾ അങ്ങനെയാണ്, നിങ്ങൾ ഇത് ചെയ്തിട്ടുള്ളത്, നിങ്ങൾ ഇന്ന കാര്യത്തിൽ അവരുടെ മഹത്വങ്ങൾ പറഞ്ഞു. ഒരുപാട് പറഞ്ഞു, മഹത്വങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രമേ ജനങ്ങൾ നമ്മെ പഠിപ്പിക്കാൻ പറ്റുകയുള്ളൂ. ജനങ്ങളുടെ കുറവുകൾ മുൻകൾ പറഞ്ഞുകൊണ്ട് ആരും നമ്മെ പഠിപ്പിക്കാൻ പറ്റുകയുള്ളൂ. രൂപത്തിന് കഷ്ടപ്പെടുന്ന രീതി മറ്റുള്ളവരെ മഹത്വങ്ങൾ പറഞ്ഞ് അവരുടെ ഗുണങ്ങൾ കണ്ട് അതിനെ പറഞ്ഞു നല്ല വാക്കിലൂടെയാണ് ജനങ്ങൾ പഠിപ്പിക്കാൻ സാധിക്കുള്ളൂ. അബ്ദുല്ലാഹ് ഉമർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം രാത്രി നമസ്കരിച്ച് അഹദ് നമസ്കരിക്കുന്ന വിഷയത്തിൽ അദ്ദേഹം തന്നെ വഫദത്തുള്ള സഹാബിയായിരുന്നു. തങ്ങൾ അത് അറിഞ്ഞപ്പോൾ ചെറുപ്പമാണ്, യുവാവാണ്, പ്രായമായ സഹാബിയല്ല. തങ്ങൾ അറിഞ്ഞപ്പോൾ വിളിച്ചു പറഞ്ഞു, അബ്ദുള്ള എത്ര നല്ലയാണ്. ഞങ്ങൾ ഒരു കാര്യം തിരുത്താൻ നിർദ്ദേശിച്ചു. തങ്ങൾ പറഞ്ഞ ആദ്യത്തെ വാക്കിലാണ്, നീ എന്താണ് നമസ്കരിക്കാത്തത്, നീ വലിയ ആളെ മകൻ എഴുന്നല്ല. അബ്ദുള്ള എത്ര നല്ലതാണ്, രാത്രി കൂടി നമസ്കരിച്ചിരുന്നുവെങ്കിൽ നമസ്കരിക്കണമെന്നല്ല പറഞ്ഞത്, രാത്രി നമസ്കരിച്ചിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു. ഞങ്ങൾ നല്ല വാക്കുകൾ കൊണ്ടാണ് സഹാബാക്കളെ നല്ല വാക്കുകൾ കൊണ്ടാണ് പഠിപ്പിച്ചത്. മുആദ് റളിയല്ലാഹു തആല തങ്ങൾ ഒരു ദുആ പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചു. പക്ഷേ ആ ദുആക്ക് മുമ്പ് തങ്ങൾ പഠിപ്പിച്ച വാക്ക് സഹാബാക്കൾ തങ്ങളുടെ പഠിക്കാനുള്ള കാരണം അതാണ്. യാ മുആദ് വല്ലാഹി ഇന്നി ഉഹിബ്ബുക. തങ്ങൾ ഉദ്ദേശിച്ച കാര്യം പറഞ്ഞിട്ടില്ല, പക്ഷെ താങ്കൾ അതിന് പ്രയോഗിച്ച പ്രയോഗമുണ്ടാണ്. യാ മുആദ്, ഏ മുആദ്. അത് തങ്ങൾ അദ്ദേഹം കൂടെ വിളിച്ച സ്നേഹത്തിൽ വല്ലാഹി ഇന്നി ഉഹിബ്ബുക, അല്ലാഹു സത്യമായി മുആദ് എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു മുആദ്. എന്നിട്ട് പറഞ്ഞു, മുആദേ നമസ്കാര ശേഷം നീ ദുആയിലേക്ക് പ്രതിവാദം തങ്ങൾ നല്ല വാക്കുകൾ നല്ല നല്ല രീതിയിലൂടെയാണ് സഹാബാക്കൾ തന്നിലേക്ക് അടിക്കും. നല്ല രീതിയിൽ സഹാബാക്കൾ തന്നിലേക്ക് അടിക്കും. അതുകൊണ്ട് തന്നെ സഹാബാക്കൾ തങ്ങളുടെ പെരുമാറ്റത്തിന് വേണ്ടി ഇത്രയും അവർ ആകർഷനായി, അവർ അടിമയായി ജീവിക്കാൻ തയ്യാറായി, തങ്ങൾ വിട്ടുപോകാൻ തയ്യാറായി. റളിയല്ലാഹു തആല നിങ്ങൾ അടിമയായിരുന്നു, നൽകിയതാണ്, നിങ്ങൾ അടിമയായിരുന്നു. അങ്ങനെ റളിയല്ലാഹു തആല കുടുംബക്കാർ മദീനയിൽ വന്നു. മദീനയിൽ വന്നപ്പോൾ നമ്മുടെ ഇന്നയാളുടെ മകനാണല്ലോ, നിങ്ങൾ അടിമയെ കൈകൂടിയാണല്ലോ. അവർ മടങ്ങിപ്പോയി പിതാവിനെ കൊണ്ടുവന്നു. കരഞ്ഞ് തന്റെ നഷ്ടപ്പെട്ട മകൻ അടിമയെ കൈകൊള്ളുന്ന അവസ്ഥയാണ് തമിഴ് സല്ലല്ലാഹു മുന്നിൽ വന്നു. നമ്മൾ പറഞ്ഞു, എന്റെ മകനാണ്, എന്നെ എന്റെ കൂടെ തിരിച്ചയക്കണം, എന്റെ കൂടെ മടക്കി വിടണം. തങ്ങൾ അതിന്റെ കുടുംബക്കാരൻ പിതാവിനെ വന്നിരിക്കുന്നു, നീ അവരുടെ പോയിക്കൊള്ളി. പക്ഷേ നിർബന്ധിച്ച് അയക്കില്ല, സ്വന്തം ഇഷ്ടമാണെങ്കിൽ ചെയ്യുന്നതായിരുന്നു. ഇതിനെ അടിമയായി ജീവിക്കും. എനിക്ക് എന്റെ നബിയുടെ അടിമയായി ജീവിക്കുന്നതാണ് സ്വതന്ത്രമായി കുടുംബത്തിൽ പോയി ജീവിക്കുന്നത് പ്രിയകരമായി. സാധനങ്ങളുടെ സ്വഭാവത്തിൽ കൂടി സഹാബാക്കൾ ഇത്രയും അടിച്ചു. അബ്ദുല്ലാഹി റളിയല്ലാഹു തആലയുടെ ഒരു അടിമയെ ഒരു കൂട്ടം സംഘം ആളുകൾ അദ്ദേഹത്തിന്റെ ഒട്ടകവും മോഷ്ടിച്ചുകൊണ്ടുപോയപ്പോൾ അടിമയെ മോഷ്ടിച്ചുകൊണ്ടുപോയി. അങ്ങനെ ആ കൊണ്ടുപോയ സമയത്ത് അടിമക്ക് രക്ഷപ്പെടാൻ അവസരം കിട്ടി. രക്ഷപ്പെട്ട് അദ്ദേഹം സ്വതന്ത്രമായി മറ്റൊരു പോവുകയില്ല ചെയ്തു. തിരിച്ചു നേരെ അബ്ദുല്ലാഹി റളിയല്ലാഹു തആല ചോദിച്ചു, നീ എന്താ ഇങ്ങോട്ട് വന്നത്, എനിക്ക് രക്ഷപ്പെടാൻ പറ്റുന്നു. ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ അടിമയിൽ ജീവിക്കാനാണ് ഇഷ്ടപ്പെട്ടു. സഹാബാക്കളുടെ പെരുമാറ്റം, അവരുടെ ജീവിത ശൈലികൾ അത്രയും ഭംഗിയുള്ളതും മാധുര്യമുള്ളതുമായിരുന്നു. അവരെ വിട്ടുപോലെ അവരെ അടിമയെ ജീവിക്കാൻ ജനങ്ങൾ ഇഷ്ടപ്പെട്ടു. അത്രയും നല്ല സ്വഭാവമായിരുന്നു. ഇവിടെ നല്ല പെരുമാറ്റത്തിൽ കൂടി മാത്രമേ ജനങ്ങൾ രക്ഷിക്കൂ. സഹാബാക്കൾ പറയുന്നു, നബിതങ്ങൾ ഞാൻ മുസ്ലിമായ അവസ്ഥ എന്നാണ് കണ്ടത്, അതിനുശേഷം എന്റെ മരണം എന്റെ ജീവിതത്തിൽ ഇന്നത്തെ കാലത്ത് വരെ തങ്ങളെക്കാൾ പുഞ്ചിരിക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഏറ്റവും പുഞ്ചിരിക്കുന്ന അവസ്ഥ ഞാൻ തങ്ങളെയാണ് കണ്ടത്. പുഞ്ചിരിക്കുന്ന ഏറ്റവും കൂടുതൽ കണ്ടത് മുഴുവൻ സഹാബാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പുഞ്ചിരിക്കുന്ന ഞാൻ കണ്ടത് നബിതങ്ങളെയാണ്. നബിയെ സംബന്ധിച്ച് പുഞ്ചിരിക്കാൻ സാധിക്കാത്ത ജീവിതാവസ്ഥ തങ്ങൾക്കുണ്ട്. നമ്മളങ്ങനെ തങ്ങൾ ജീവിച്ച അവസ്ഥയിലായിരുന്നെങ്കിൽ നമുക്കൊന്നും ഒരാളെ മുഖത്തിൽ തലയിൽ നോക്കാൻ സാധിക്കില്ല. 2 മക്കൾ തലാഖ് ചെല്ലപ്പെട്ട വീട്ടിൽ ഒരു പിതാവിന്റെ തലയിൽ, 2 പെൺമക്കൾ തലാഖ് ചെല്ലിയ വീട്ടിലുള്ള ഒരു പിതാവ് എങ്ങനെ തലയിൽ നോക്കാൻ സാധിക്കും? ഈ അവസ്ഥയിൽ തങ്ങൾ എങ്ങനെ പുഞ്ചിരിക്കും? ജീവിതത്തിൽ ഇത്ര പട്ടിണിയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു,
ഞങ്ങളുടെ ജീവിതത്തിൽ എത്രയോ രാത്രികൾ ഞങ്ങൾ പട്ടിണി കിടന്നുറങ്ങി. അടുപ്പിച്ച് എത്രയോ രാത്രികൾ ഞങ്ങൾ പട്ടിണി കിടന്നുറങ്ങി. ഈ സമയത്ത് തങ്ങളുടെ മുഖത്ത് വയറ് പട്ടിണിയിലാണെങ്കിൽ, കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ തങ്ങളുടെ മുഖത്ത് പുഞ്ചിരിയായി. ഇതാണ് തങ്ങളുടെ ജീവിതത്തിൽ ജീവിച്ചു. ഇതാണ് ആ സഹാബാക്കൾ തങ്ങളിലേക്ക് അടുപ്പിച്ചു. നല്ല വാക്കുകൾ, മാധുര്യമുള്ള വാക്കുകൾ, ഇതിന്റെ വിഷമത്തിൽ ഏറ്റവും ആവശ്യമുള്ള നല്ല വാക്കുകൾ. സംസാര ശൈലിയാണ് സംസാര ശൈലിയാണ് ഹൃദയത്തെ ഒഴുകുകയും യോജിപ്പിക്കുകയും ചെയ്യും. സംസാര ശൈലിയാണ് വാക്കുകൾ മനുഷ്യരെ ഹൃദയത്തെ അടുപ്പിക്കുകയും ചെയ്യും. അവസാന കാലഘട്ടമാകുമ്പോൾ നാവിൽ പുറപ്പെടുന്ന വാക്കുകൾ വാളുപോലെ മനുഷ്യനെ മുറിവേൽപ്പിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ദീനിന്റെ പരിശ്രമത്തിൽ നല്ല വാക്കുകൾ കൊണ്ടല്ലാതെ ഒരിക്കലും മനുഷ്യരെ അടുപ്പിക്കാൻ സാധിക്കും. നല്ല വാക്കുകൾ അതാണ് മനുഷ്യർക്ക് അടുപ്പിക്കുന്ന കാരണമായി. നമ്മൾ ഓരോ വാക്കുകളും വളരെ മാധുര്യമുള്ള വാക്കുകളായി സംസാരിക്കണം. എന്തെങ്കിലും സംസാരിക്കുക എന്നത് കഴിവല്ല. സഹാബാക്കൾ പറയുമായിരുന്നു, നിങ്ങൾ സംസാരിക്കാൻ പഠിക്കുന്ന പോലെ നിശബ്ദതയും പഠിക്കുക. അത് പഠിക്കേണ്ടതാണ്. എപ്പോഴും ഓരോ സാഹചര്യത്തിൽ സംസാരിക്കേണ്ട വാക്കുകൾ നമ്മൾ വായി വരാൻ പാടും. അതല്ലാത്ത വാക്കുകൾ മനുഷ്യന്റെ ഹൃദയത്തെ അകറ്റിക്കളയും. വർഷങ്ങൾ കൊണ്ട് നമുക്ക് ത്യാഗം അകറ്റിച്ചെടുത്ത വ്യക്തിയെ ഒരൊറ്റ വാക്കുകൾ നമുക്ക് പരിശ്രമത്തിന് അകറ്റിക്കളയാൻ സാധിക്കും. ഒരൊറ്റ വാക്കിന്റെ ആവശ്യമുണ്ട്. അവിടെ ദീനെ പരിശ്രമം ചെയ്ത് നമ്മൾ നല്ല സ്വരൂപം നല്ല രീതിയിൽ ദീനെ പരിശ്രമം ചെയ്യാൻ. പിന്നെ പരിശ്രമത്തിന്റെ ആവശ്യമാണ്. നല്ല ഭാവം, എല്ലാവരെ കുറിച്ച് നല്ല ഊഹം, ഒരാളെ കുറിച്ച് മോശമായി ചിന്തിക്കരുത്. നല്ല ചിന്തയുണ്ടാകണം. അബ്രാഹാം വാക്കു ധരിച്ചു. ദീനുള്ളവരുടെ ഉള്ളിൽ ശൈത്താൻ അവരുടെ ദീന നശിപ്പിക്കാൻ വേണ്ടി പ്രവേശിക്കുന്ന വഴിയാണ് മോശമായ ധാരണ, തെറ്റിദ്ധാരണകൾ ഇടുന്നത്. തെറ്റിദ്ധാരണയിലൂടെ അവരുടെ ദീന നശിപ്പിച്ചു കളയും. പറഞ്ഞു, തെറ്റിദ്ധാരണ അള്ളാഹു സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യം മനുഷ്യന്റെ ജീവിതത്തിൽ സൂക്ഷ്മത ഉണ്ടാകാൻ വേണ്ടിയാണ്. അവന്റെ വസ്തുക്കൾ നഷ്ടപ്പെടാതെ ഏതൊരു വസ്തു വെച്ചു അത് ആരെങ്കിലും എടുത്തുകൊണ്ട് പോയേക്കാമെന്ന് വെച്ചിട്ട് അത് സൂക്ഷിക്കാൻ വേണ്ടിയാണ്. ആരെങ്കിലും കുറിച്ച് മോശമായി ചിന്തിക്കാൻ വേണ്ടിയാണ്, വസ്തുക്കൾ സൂക്ഷിക്കാൻ വേണ്ടിയാണ് എന്ന് പറയുന്നത്. സംഭവം ഉദ്ധരിച്ചു. മുന്നിൽ കൂടി ഒരു വ്യക്തി തന്റെ അടിമ സ്ത്രീയെ കൊണ്ടുപോവുകയാണ്. എവിടെ പോവുകയാണ്? ഭരണാധികാരികൾ പോവുകയാണ്. എന്തിനാണ്? ഇവൾ തെറ്റ് ചെയ്തു. അത് ഭരണാധികാരികൾ മുന്നിൽ തെളിയിക്കുകയും അതിനെ അവൾ സൃഷ്ടിക്കുകയും ചെയ്യും. അനുസരിമാരികൾ പറഞ്ഞ് മറച്ചു വെക്കി, ഇത് മറച്ചു വെക്കി, അതിന് പരസ്യമാക്കില്ല. നിർബന്ധിച്ച് ഞാൻ ആ അടിമ മടങ്ങി. തെറ്റ് അത് വേണമെങ്കിൽ തെറ്റ് ശിക്ഷിക്കാം, പക്ഷേ അതിനെ മറച്ചു വെക്കാണ് ഏറ്റവും ശ്രേഷ്ഠമായത് പറയുന്നത്. എല്ലാവരും നന്മയിലേക്ക് നമ്മൾ നോക്കണം. എല്ലാവരും നന്മയുണ്ട്. അപ്പോൾ ഒരാളെ ആരും ചോദിച്ചു, എല്ലാ വസ്തുവിലും നന്മയുണ്ടെങ്കിൽ ഹിന്ദിയിൽ തന്നെ നന്മയാണുള്ളത്. ഏറ്റവും മോശമായി നിസ്സാരിക്കാൻ ഹിന്ദിയിലും നന്മയുണ്ട്. ഹിന്ദിയിലെ നന്മ അത് രാവിലെ തന്നെ കിട്ടിയിരിക്കും. അതിന്റെ ആവശ്യത്തിന് വേണ്ടി പ്രഭാതത്തിൽ ഉണരുന്നത് ശരിയാണ്. മറ്റുള്ള ജീവികളുടെ പ്രത്യേകത അത് പ്രഭാതത്തിൽ ഉണരും. അതൊരു നന്മയാണ്. എല്ലാ വസ്തുവിലും നന്മയുണ്ട്. നമ്മൾ നന്മയെ നോക്കുന്നവരായിട്ട് മോശമായ തെറ്റിദ്ധാരണ വന്നാൽ പിന്നെ പരസ്പരം സഹായം ഉണ്ടാവുകയും സഹായികളായി തീരുകയില്ല. പിന്നെ പരസ്പരമുള്ള സഹായം അവസാനിച്ചു പോകും. ഹക്കിന്റെ നിലനിൽപ്പ് പരസ്പരം സഹായത്തിൽ കൂടിയാണ്. വാക്കിന്റെ നിലനിൽപ്പ് പരസ്പരം പ്രാസൂരിൽ കൂടി വിവാഹിതയിൽ കൂടി മാത്രമാണ് വാക്കിൽ കൂപ്പർ നിലനിൽക്കുന്നത്. അതുകൊണ്ട് നമ്മൾ തെളിവില്ലെങ്കിൽ പോലും മറ്റുള്ളവരെ സംബന്ധിച്ച് നല്ലത് ഭാവിക്കണം. ഒരു തെളിവില്ല എങ്കിലും മറ്റുള്ളവരെ സംബന്ധിച്ച് നല്ലത് ഭാവിക്കണം. തെളിവുണ്ടെങ്കിൽ മാത്രം മറ്റുള്ളവർക്ക് ചിന്തിക്കാൻ പാടുള്ളൂ. അവിടെ നമ്മൾ നിങ്ങളുടെ പരിശ്രമത്തിൽ നമ്മൾ എല്ലാവരും നല്ലത് മാത്രം ചിന്തിക്കണം. യുദ്ധ സമയത്തിൽ സഹാബാക്കൾ പരസ്പരം യുദ്ധത്തിൽ വക്കീലെത്തിയെങ്കിൽ പോലും സഹാബാക്കൾ മറ്റുള്ളവർക്ക് നല്ലത് മാത്രം ചിന്തിച്ചിരുന്നു. അലി റളിയല്ലാഹു തആല ഒരാൾ ശ്രദ്ധിച്ചു. മറുഭാഗത്ത് നിങ്ങളുമായി യുദ്ധം ചെയ്തിരിക്കുന്ന മുസ്ലിമീൻ ആവശ്യം എന്ത് പറയുന്നു? അവർ സ്വർഗത്തിലാണ്, അവർ നരകത്തിലാണ്, അവർ എവിടെയാണ് പോകുന്നത്? അലി റളിയല്ലാഹു പറഞ്ഞു, ആരാണ് ഹൃദയത്തിൽ ആരോടും ഒരു പകയും വഞ്ചനയില്ലാതെ മരിച്ച് അവർ തിരികെ സ്വർഗത്തിൽ പോകുന്നതാണ്. അദ്ദേഹം പറഞ്ഞു, എന്റെ വിവാഹം സ്വർഗത്തിൽ പോകുമെന്നല്ല പറഞ്ഞു. ആരുടെ ഹൃദയത്തിൽ ഒരു പകയും വഞ്ചനയില്ല, ശുദ്ധമായ ഹൃദയത്തോടുകൂടി ആര് മരണപ്പെടുന്നു അവരെല്ലാം സ്വർഗത്തിൽ പോകുന്നതാണ്. ശ്രദ്ധിച്ചു. നിങ്ങൾ യസീദിനെ പറ്റി പറയുന്നു. യസീദ് ധാരാളം സഹാബാക്കൾ ആക്രമിക്കാൻ കാരണമായ വ്യക്തിയാണ്. ഭരണം നടത്തിയപ്പോൾ ധാരാളം ആക്രമണം നടന്നു. മദീന മുനവ്വറ 3 ദിവസം കൂട്ടിയിടുന്ന അവസ്ഥയിൽ അത്രയും അക്രമങ്ങൾ മദീനയിൽ നടന്നു. യസീദിന്റെ ഖിലാഫത്തിന്റെ കാലഘട്ടത്തിൽ യസീദിനെ കുറിച്ച് ധാരാളം അത്ഭുതമായി ചോദിച്ചു, നിങ്ങൾ എന്ത് പറയുന്നു അദ്ദേഹത്തെ പറ്റി? അദ്ദേഹം പറഞ്ഞു, യസീദിനേക്കാൾ ഒരു നല്ല മരണം എനിക്ക് കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തെ പറ്റി പറയുന്നു. സ്വന്തം മരണത്തെ കുറിച്ച് ഭയപ്പെടുകയാണ്. മറ്റുള്ള വ്യക്തി വിഷയത്തിൽ സംസാരിക്കുമ്പോൾ സ്വന്തത്തെ പറ്റി ചിന്തിക്കാം. ദീനിന്റെ പരിശ്രമം ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും നമ്മളെ കുറിച്ച് ചിന്തിക്കുന്നവരായിരിക്കണം. എത്ര പ്രതികൂലമായ അവസ്ഥ വന്നാലും നമ്മുടെ നോട്ടം നമ്മിലേക്കായിരിക്കും. ഈ സിഫാത്തുകളോട് നമ്മൾ ഇതിനെ പരിശ്രമിച്ചില്ല. ഇതിന്റെ പരിശ്രമത്തിന്റെ തഫ്സീറാത്തുകളാണ്. ഇതിന്റെ പരിശ്രമം ചെയ്യുന്നതിലൂടെ സഹാബാക്കൾ ഇവരുടെ ഗുണങ്ങൾ സ്വഭാവങ്ങൾ ഉണ്ടായിരിക്കുന്നത്.
ഇതുപോലെ ദീനിനെ പരിശോധന ചെയ്ത് ഈ ഗുണങ്ങൾ നമ്മൾ ഉണ്ടായിരിക്കണം. ഇത് എപ്പോഴാണ് ഉണ്ടാകുന്നത്? സഹാബാക്കൾ പറഞ്ഞു, ഞങ്ങൾക്ക് എന്തെല്ലാം ഹൈറുകൾ, ഞങ്ങൾ എന്തെല്ലാം നന്മകൾ, ഉയർന്ന ഗുണങ്ങൾ ഉണ്ടായോ? ഉണ്ടായത് ഈ കൂടെ ത്യാഗത്തിലൂടെ, കഷ്ടപ്പാടിലൂടെ, ബുദ്ധിമുട്ടിൽ കൂടി ഞങ്ങൾ ജീവിച്ചപ്പോഴാണ്. റാഹത്തിൽ കൂടി, എളുപ്പത്തിൽ കൂടി, സുഖത്തിൽ കൂടി ഒരിക്കലും ഒരു ഉയർച്ച ലഭിക്കില്ല. അത് കുഫ്രിന്റെ വഴിയാണ്. കുഫ്രിന്റെ ആളുകൾ നോക്കുന്നത് മറ്റുള്ളവരെ കൊണ്ട് ത്യാഗം ചെയ്തിട്ട് സ്വന്തമായി സുഖത്തോടെ ജീവിക്കാൻ വേണ്ടിയാണ്. എന്നാൽ നുബുവത്തിന്റെ ദർശനത്തിന്റെ രീതി സ്വന്തമായി ത്യാഗം ചെയ്ത് സ്വന്തം റാഹത്തിനെ ഉപേക്ഷിച്ച് മറ്റുള്ളവർക്ക് റാഹത്തെത്തിയ ഇത് നുബുവത്തിന്റെ രീതിയാണ്. സ്വന്തമായി ത്യാഗം ചെയ്യുമ്പോഴാണ് നമ്മൾ നന്മകൾ വരുന്ന ഗുണങ്ങൾ ഉണ്ടായിരുന്നത്. നബിമാരെ ദർശിച്ചപ്പോൾ വരുന്ന ഗുണങ്ങളുണ്ടായി. ഓരോ നബിമാരെ ത്യാഗത്തിൽ കൂടിയാണ് വന്നത്. യൂസുഫ് നബി അലൈഹിസ്സലാം പൊട്ടക്കിണറ്റിൽ കിടക്കേണ്ടി വന്നു. യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യത്തിന് വേണ്ടി കിടക്കേണ്ടി വന്നു. ഓരോ നബിമാരും അയ്യൂബ് നബി 17 വർഷം രോഗിയായി, തന്നെ മുഴുവൻ മക്കളും മരിച്ചുപോയി, മുഴുവൻ സമ്പത്ത് നശിച്ചുപോയി. എല്ലാ നബിമാരുടെ വഴി ത്യാഗത്തിന്റെ വഴിയാണ്. സഹാബാക്കൾ ത്യാഗം സഹിച്ചു. അവർക്കെല്ലാം ഹൈർ ലഭിച്ചത് ത്യാഗം ചെയ്തപ്പോഴാണ്. അതുകൊണ്ട് നമ്മൾ ഉയർച്ച ഉണ്ടാകുന്നത് ത്യാഗത്തിൽ കൂടി മാത്രമാണ്. മഹാന്മാർ പറയാറുണ്ട്, ഒരു ന്യായത്തിൽ കൂടി ലഭിക്കില്ല. എല്ലാ ന്യായത്തിൽ ലഭിക്കുന്നത് ബുദ്ധിമുട്ടിലൂടെ, കഷ്ടപ്പാടിൽ കൂടിയാണ്. മനുഷ്യൻ ഒരു പരിപൂർണതയിലേക്ക് എത്തുന്നത് അവൻ ത്യാഗത്തിന്റെ പാലം കടക്കാതെ, കഷ്ടപ്പാടിന്റെ ബുദ്ധിമുട്ടിന്റെ പാലം കടക്കാതെ ഒരു മനുഷ്യന് പരിപൂർണതയിലേക്ക് എത്താൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നമ്മുടെ ഉയർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിയാണ് നാം ദീനിയോടാണ് അർപ്പണം ചെയ്യണം. അള്ളാഹുവിന്റെ സഹായം നമ്മിലേക്ക് ഇറങ്ങുന്നത് ത്യാഗത്തിന്റെ പരിശ്രമത്തിന്റെ അളവനുസരിച്ചാണ്. നമ്മുടെ ജീവിതത്തിലുള്ള ത്യാഗത്തിന്റെ കഷ്ടപ്പാടിന്റെ അളവനുസരിച്ചാണ്. അവിടെ നബിമാർ അവർ ത്യാഗത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുകയായിരുന്നു. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ത്യാഗത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുകയായിരുന്നു. നബി തങ്ങളെ സ്തുതിയായിയാണ്, നബി തങ്ങളുടെ അടിച്ചേൽപ്പിച്ചതല്ല, നബി തങ്ങൾ തിരഞ്ഞെടുത്തതാണ്. റിവായത്തിൽ വരുന്നുണ്ട്, ഒരിക്കൽ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൽപ്പം ഭക്ഷണം ആ ദിവസം ജീവിക്കാൻ ആ ഇത്രയും ഭക്ഷണമേ ഉള്ളൂ തന്റെ കുടുംബത്തിൽ. അതുമായി ജിബ്രീൽ മുന്നിൽ വന്നു. ജിബ്രീൽ, ഇത്രയും ഭക്ഷണം ഇന്ന് മുഹമ്മദ് സല്ലല്ലാഹു കുടുംബത്തിൽ ജീവിക്കാനുള്ളൂ. തങ്ങൾ പറഞ്ഞ ഉടനെ ശബ്ദം കേട്ടു. ഈ ശബ്ദം കേട്ടു. എന്താ ഒരു ശബ്ദം കേട്ടത്? എന്താ ഖിയാമത്ത് സംഭവിക്കുകയാണോ? പറഞ്ഞു, ഇല്ല, താങ്കളെ വാക്ക് കേട്ട് അള്ളാഹു മലക്കിനെ അയച്ചിരിക്കുകയാണ്. എന്തിനാ മലക്കിനെ അയച്ചത്? താങ്കൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഭൂമിയുടെ സ്വർണത്തിന്റെ നിധികളെ താങ്കൾ കൂടി പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി മലക്കിനെ അയച്ചിരിക്കുകയാണ്. തങ്ങൾ ശേഷം പറഞ്ഞെങ്കിൽ താങ്കൾ തിരഞ്ഞെടുക്കേണ്ട, താങ്കൾ എളുപ്പമുള്ള വഴി തിരഞ്ഞെടുക്കേണ്ട, താങ്കൾ ഇപ്പോഴുള്ള അവസ്ഥയിൽ ജീവിച്ചാൽ മതി, അത് താങ്കൾ ആഗ്രഹിക്കേണ്ട. താങ്കൾ തിരഞ്ഞെടുത്തതാണ് ബുദ്ധിമുട്ടിന്റെ വഴി. താങ്കൾക്ക് വേണമെങ്കിൽ സ്വർണത്തിന്റെ ഉയർന്നുവരുന്ന അവസ്ഥയിൽ സുഖമായി സൗകര്യത്തിൽ ജീവിക്കാൻ വേണ്ടിയായിട്ട് വിഷമം ചെയ്യാൻ, പക്ഷേ ഉമ്മത്തിന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. പ്രത്യേകിച്ച് ഈ മുഹറം മാസം ഇത് ത്യാഗത്തിന്റെ മാസമാണ്. ജനങ്ങളുടെ ഹിജറ അടിസ്ഥാനമാക്കി വർഷം ആരംഭിക്കുന്ന സമയമാണ്. ഹിജറ ത്യാഗത്തിന്റെ പാഠമാണ് നൽകുന്നത്. ഹിജറ എന്ന് പറഞ്ഞാൽ ത്യാഗമാണ്. ഒരൊറ്റ രാത്രി കൊണ്ട് 7 ആകാശം കടത്തി അള്ളാഹുമായി ഏറ്റവും അടുത്ത അവസ്ഥയിൽ ഒരു നബിക്കോ ഒരു സൃഷ്ടിക്ക് എത്താൻ പറ്റാത്ത അവസ്ഥയിൽ നബിയെ എത്തിച്ച അള്ളാഹുവിന് വേണമെങ്കിൽ നബിയെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് 6 മലയാളം എത്തിക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഉമ്മത്തിന് പഠിക്കാൻ, ഉമ്മത്തിന് പാഠമാകാൻ വേണ്ടി ഈ ദീൻ നിലനിന്നത് എല്ലാവരും ത്യാഗം സഹിച്ചിട്ടാണ്. ഈ ഉമ്മത്തിൽ ഏറ്റവും മക്കളും അതീവായ തങ്ങളും ത്യാഗം സഹിച്ചു. സ്വതമായി ചിന്തിച്ചെങ്കിൽ എത്ര ത്യാഗമാണ്. 3 ദിവസം പോയി ഇതയുടെ യാത്രയിൽ 3 ദിവസം പോയി കഴിഞ്ഞുകൂടി തങ്ങൾ ആരുമില്ലാതെ തങ്ങളുടെ വിഷമം, തങ്ങളുടെ ഭക്ഷണം, തങ്ങളുടെ അവസ്ഥയിൽ അത് ഭയത്തിന്റെ അവസ്ഥയിൽ 100 ഒട്ടകമാണ് അന്തരിച്ച് ഞങ്ങൾ വന്നാൽ ആ അത്രയും ഭയപ്പെടുന്ന അവസ്ഥയിൽ തങ്ങൾ 3 ദിവസം പോയി കഴിഞ്ഞുകൂടി. ഒരു ഏർപ്പാടുമില്ലാതെ എത്ര ബുദ്ധിമുട്ടായിരിക്കാൻ കാരണം മദീനയിലേക്ക് നടക്കാൻ. ഇന്ന് എത്രയോ മണിക്കൂർ കൊണ്ടാണ് നമുക്ക് യാത്ര ചെയ്ത് നടന്ന് മക്കയിൽ മദീനയിലേക്ക് പോവുകയാണ്. ആ സമയത്ത് തങ്ങളുടെ ഹൃദയത്തിന്റെ ഫിക്ർ ഉമ്മത്തിലെ ഓരോ വ്യക്തികളെ കുറിച്ചായിരുന്നു. ചില ചരിത്രത്തിൽ കാണാം, തങ്ങൾക്ക് ഒരു വഴികാട്ടി തെരഞ്ഞെടുത്തു. മദീനയിലേക്ക് വഴി മനസ്സിലാക്കി തരാൻ വേണ്ടി ആ വഴികാട്ടി റഹബർ ചോദിച്ചു, മദീനയിലേക്ക് 2 വഴികളുണ്ട് നബിയെ, ഏത് വഴിയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്? ഒരു വഴിയുടെ സഞ്ചരിച്ച് ആ വഴിയിൽ ഒരു കൊള്ളക്കാരനുണ്ട്, ആ വഴിയുടെ പോകണോ അതല്ല മറ്റൊരു വഴിയുണ്ട്? ഞങ്ങൾ പറഞ്ഞു, ഏത് വഴിയാണ് കൊള്ളക്കാരനുള്ളത് ആ കൊള്ളക്കാരന്റെ വഴിയുടെ യാത്ര ചെയ്യാം. എന്തിനാണ്? ആ സ്വന്തം ജീവൻ അപകടത്തിനായ യാത്രയിൽ പോലും, ഇവിടെ അപകടത്തിന്റെ യാത്രയാണ്, ജീവൻ രക്ഷിക്കാനുള്ള യാത്രയാണ്. ആ യാത്രയിൽ പോലും തങ്ങൾ ചിന്തിക്കുന്നത് ആ കൊള്ളക്കാരനെ കണ്ട് ആ കൊള്ളക്കാരൻ ദീനിലേക്ക് ധാവിച്ചത് ആ മനുഷ്യന് നരകത്തിൽ ദീൻ രക്ഷപ്പെടുന്നു. ഇതാണ് ദീനിൽ ഉത്തരവാദിത്വം. ഞങ്ങൾ വരുന്നു, ഞങ്ങൾ യാത്ര ചെയ്ത് പോകുമ്പോൾ ആ മനുഷ്യനിലേക്ക് എത്തി. ആ കൊള്ളക്കാരൻ താമസിക്കുന്ന പ്രദേശത്ത് ഞങ്ങൾ ചോദിച്ചു, എന്താണ് എന്റെ പേര്? പറഞ്ഞു, എന്റെ പേര് റഹ്മാനാണ് എന്നാണ്. ഞങ്ങൾ പറഞ്ഞു, അല്ല, നീ മുഖ്യമാനാണ്.
നീ മഹാനല്ല, നീ നിന്ദിനല്ല, മോശക്കാരനല്ല, നീ ബഹുമാനിക്കപ്പെടേണ്ടവനാണ്. ഞാൻ കൊണ്ടുവന്ന ദീനിനെയും ഞാൻ കൊണ്ടുവന്ന ഹൈറിനെയും നീ പരിശുദ്ധമായി നീ സ്വീകരിക്കുന്നില്ലേ? ഞാൻ അല്ലാഹു നബിയാണ്, ദഅവത്ത് ചെയ്തു. ആ മനുഷ്യൻ അവിടെ വെച്ച് ഗെലിവ ചെയ്തു, മുസ്ലിമായി. തങ്ങളുടെ ഇതരുടെ ത്യാഗത്തിന്റെ യാത്രയിൽ ത്യാഗമേ ത്യാഗമാണ്. അതിന്റെ കൂട്ടത്തിൽ ഞങ്ങൾ ഒരു മനുഷ്യനെ ഹിദായത്തിന് ആഗ്രഹിക്കാം. അവിടെ ഹിജറക്ക് നൽകുന്ന ഏറ്റവും സന്ദേശമാണ് ഈ ഉമ്മത്ത് ത്യാഗത്തിന് വേണ്ടി ത്യാഗത്തിൽ കൂടി മാത്രം വിമർശിക്കാറുള്ളത്. ഈ മുഹറം മാസത്തിലാണ് ഞങ്ങൾ ഏറ്റവും സ്നേഹിക്കുന്ന ഞങ്ങളുടെ കരയുടെ കഷ്ടമായ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഷഹീദായി. ഞങ്ങളുടെ കരയുടെ കഷ്ടമായി ഞങ്ങൾ പറഞ്ഞു ദുനിയാവിലെ പുഷ്പങ്ങളാണ് ഹസനും ഹുസൈനും. നബിയുടെ കരയുടെ കഷ്ടമായിരുന്നു. നബി ഞങ്ങൾ യാത്ര പോയാൽ ആദ്യം പോകുന്നത് അവസാനം പോകുന്നത് ഫാത്തിമ റളിയല്ലാഹു വീട്ടിലാണ്. ഏറ്റവും അവസാനം ഫാത്തിമ റളിയല്ലാഹു വീട്ടിൽ കയറി മക്കളെല്ലാം കണ്ടിട്ടാണ് പോകുന്നത്. യാത്ര കഴിഞ്ഞ് വന്നാൽ ആദ്യം എത്തുന്നത് ഫാത്തിമ റളിയല്ലാഹു വീട്ടിലാണ്. മക്കളെ കണ്ടിട്ട് പിന്നെ പള്ളിയിലേക്ക് പോയി. അത്രയും വലിയ സ്നേഹമുള്ള കുട്ടികളാണ്. മിമ്പറിൽ ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മക്കളെ കണ്ടാൽ തങ്ങൾ മിമ്പറിൽ നിന്ന് താഴെ ഇറങ്ങി മക്കളെ എടുത്ത് ഖുത്ബ പൂർത്തിയാക്കുമായിരുന്നു. അത്രയും സ്നേഹമായിരുന്നു. മക്കളുടെ കൂട്ടത്തിൽ വഴികളിലൂടെ ഓടി തങ്ങൾ കഴിക്കുമായിരുന്നു. അത്രയും മക്കളുടെ സ്നേഹമായിരുന്നു. തങ്ങൾ അത്രയും ഞങ്ങൾ പറഞ്ഞു, ഞാൻ ഹസനെ ഹുസൈനെ ഞാൻ സ്നേഹിക്കുന്നു. ആരവരെ സ്നേഹിക്കുന്നു അവരെ അല്ലാഹു സ്നേഹിക്കുന്ന അത്രയും സ്നേഹിക്കുന്നതാണ്. പക്ഷെ ആ മക്കൾ ദീനിനു വേണ്ടി ഷഹീദായത് ഈ മാസത്തിലാണ്. ഇതൊരു പാഠമാണ്. ഈ മക്കൾ ഷഹീദായ മാസത്തിലാണ്. റിവായത്തിൽ വരുന്നത് ഒരിക്കൽ ഉച്ചസമയത്ത് കിടന്നുറങ്ങുമ്പോൾ സ്വപ്നം കണ്ടു. ഉറക്കത്തിൽ സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ തങ്ങളെ കണ്ടു. തങ്ങളെ കാണുന്ന അവസ്ഥ താങ്കൾ ആകെ അസ്വസ്ഥമായി. തങ്ങളുടെ കയ്യിൽ ഒരു കുപ്പിയിൽ രക്തമുണ്ട്. ചോദിച്ചെന്ത് പറ്റിയില്ലേ? ആരുടെ രക്തമാണ്? പറഞ്ഞു, എന്റെ ഹുസൈനെ ഷഹീദാക്കപ്പെട്ടു. ഹുസൈന്റെ രക്തമാണ്. ഞാൻ അല്ലാഹുവിനോട് പകരം ചോദിക്കാണ് നിൽക്കുകയാണ്. തങ്ങളുടെ ഹൃദയത്തിൽ അത്രയും വേദനിപ്പിക്കുന്ന അവസ്ഥയാണ്. പക്ഷേ തങ്ങൾ അറിഞ്ഞിരുന്നു തങ്ങൾ എന്റെ മകൻ ഷഹീദാക്കപ്പെടുന്നു. ഒരിക്കൽ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മഴയെ ഉണ്ടാക്കുന്നുണ്ട്. മരുന്ന് വന്നു. ആ മരുന്നുമായി തങ്ങൾ സംസാരിച്ചിരിക്കുമ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹു കടന്നു വന്നു. താങ്കൾ എടുത്ത് മടിയിലിരുത്തി സ്നേഹിച്ചു വാത്സല്യം നൽകി. മരുന്ന് ചോദിച്ചു, താങ്കൾ കുട്ടിയെ അതേ ഞാൻ സ്നേഹിക്കുന്നു, എന്റെ പേരെ കുട്ടിയാണ്. എനിക്ക് ഒരു ദിവസം താങ്കളുടെ ഉമ്മത്ത് തന്നെ താങ്കളുടെ പേരെ കുട്ടിയെ ഷഹീദാക്കപ്പെട്ടു. താങ്കൾക്ക് അറിയിക്കപ്പെട്ടു എന്നെ ഹുസൈൻ ഷഹീദാക്കപ്പെടാനുള്ളതാണ്. പക്ഷേ തങ്ങളെ അലട്ടിയ ചിന്ത ഷഹീദാകുന്ന മകനെ രക്ഷപ്പെടുത്തണമെന്നല്ല. തങ്ങളെ അലട്ടിയ ചിന്ത തങ്ങൾ അർപ്പണിച്ച് ഉമ്മത്ത് രക്ഷപ്പെടാൻ വേണ്ടിയാണ്. എന്റെ മകൻ ഷഹീദാകട്ടെ. എന്റെ നിയാമത്നാളുകൾ ഉമ്മത്ത് മനസ്സിലാക്കണം. ഞാൻ എന്റെ ഞാനും എന്റെ കുടുംബവും എന്റെ പേരക്കുട്ടികളും ഈ ദീൻ അർപ്പണം ചെയ്തിട്ടാണ് ഈ ദീൻ നിങ്ങളുടെ എത്തിച്ചെന്ന് നിയാമത്നാളുകൾ ഉമ്മത്ത് മനസ്സിലാക്കണം. അതുകൊണ്ട് തങ്ങൾക്ക് നമുക്കൊരു പാഠമാണ്. ഈ മുഹറം മാസത്തിൽ നമുക്ക് വിടുന്ന സന്ദേശമാണ്. ത്യാഗത്തിൽ കൂടി കഷ്ടപ്പാടിൽ കൂടി തന്റെ ജീവനും തന്റെ സമ്പത്തും സഹാബാക്കൾ അർപ്പണം ചെയ്താണ് ഈ ദീൻ നമ്മിലേക്ക് എളുപ്പത്തിൽ കൂടിയില്ല. സഹോദരന്മാരെ, ഈ ഉമ്മത്തിന് ദീൻ എന്റെ നമ്മുടെ അല്ലാഹു അമാനത്തെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അമാനത്തെ ഏൽപ്പിച്ചതാണ്. ഓരോ നിഅമത്തിനെ കുറിച്ച് അല്ലാഹു ചോദിക്കും. അവിടെ നമ്മൾ ഈ അമാനത്തിനെ പൂർത്തിയാക്കിയില്ലെങ്കിൽ നാളെ ആഖിറത്തിൽ തീർച്ചയായും ഓരോ മനുഷ്യനും ദുഃഖിച്ചായിരിക്കും വരുന്നത്. മരിക്കുന്ന മുഴുവൻ മനുഷ്യരും ദുഃഖത്തോടെയാണ് മരിക്കുന്നത്. ബാഹ്യമായ മനുഷ്യന്റെ പാപത്തെയും ദുഃഖിക്കുമെങ്കിൽ നന്മ ചെയ്ത മനുഷ്യൻ ദുഃഖിക്കും. ഇതിനെ കുറിച്ചാണ് അവന് നന്മ കുറഞ്ഞു പോയതും തീർച്ചയാണ് അല്ലാഹുവിനെ മാപ്പാകട്ടെ. തീർച്ചയാണ് ഈ പരിശ്രമം ലഭിച്ച ശേഷം ഈ പരിശ്രമത്തെ നമ്മൾ പുറകിലേക്ക് മാറി പൂർത്തിയാക്കിയില്ലെങ്കിൽ ഏറ്റവും ദുഃഖിക്കുന്ന നാമായിരിക്കും. ഇത്രയും അവസരം, ഇത്രയും ചില സാഹചര്യം, നീ പരിശ്രമം ചെയ്യണം. ഇത്രയും ചില സാഹചര്യം ഓരോ വർഷങ്ങൾ പറയുന്നു. ഒരു വർഷം കഴിഞ്ഞ് അടുത്ത വർഷം മനസ്സിലാക്കണം. അടുത്ത വർഷം കഴിഞ്ഞ വർഷത്തേക്കാൾ ഹൈറായിരിക്കും ചിന്തിക്കേണ്ട. കഴിഞ്ഞ വർഷത്തേക്കാൾ വർദ്ധിച്ചതായിരിക്കും. അതിപ്പോൾ ഓരോ വർഷവും അവസ്ഥയായിരിക്കും. അവിടെ ഇപ്പോൾ അവസ്ഥ ഏറ്റവും അനുകൂലമാണ്. ഇതിനേക്കാൾ നല്ലൊരു അവസ്ഥ പ്രതീക്ഷിക്കേണ്ടതില്ല. ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കി അടുത്ത വർഷം അടുത്ത മാസം നല്ലൊരു അവസ്ഥ വരില്ല. ഓരോ ദിവസങ്ങൾ കഴിയുന്നത് നിങ്ങൾ ഭയപ്പെട്ടുകൊള്ളുക. ഇരുളുള്ള രാത്രി ഇരുട്ടുകൊണ്ട് മനുഷ്യൻ ഭയപ്പെടുന്നത് പോലെ നിങ്ങൾക്ക് വലിയ വലിയ ഫിത്നകൾ വരും. നിങ്ങൾക്ക് മനസ്സിലാവുകയില്ല. അവസാന കാലഘട്ടത്തിന്റെ അടയാളമാണ്. ബുദ്ധിമാന്മാരെ ബുദ്ധിയെ നിർമ്മിച്ചു കളയുന്ന ഫിത്നകൾ വരും. ഈ ഫിത്നകൾ വരുന്നതിന് മുമ്പ് തന്നെ ഉള്ള അവസരത്തെ ഉപയോഗപ്പെടുത്തണം. ചില യുവാക്കൾ വരുന്നു. അവസാന കാലഘട്ടമാകുമ്പോൾ അവരെ കടന്നു പോകുന്ന മുസ്ലിം ചിന്തിക്കും, ഞാൻ ഈ കബറിൽ ഞാനായിരുന്നു നല്ലതായിരുന്നു. ഭൂമിയുടെ പുറത്ത് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അത്രയും ഫിത്നകൾ വ്യാപിക്കും. ഇതിന് അവസരമാണ്. പിന്നത്തേക്ക് വെച്ച നഷ്ടമാണ്. ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഈ മാസങ്ങൾ, ഈ കാലഘട്ടങ്ങൾ, ഈ വർഷങ്ങൾ, ഇതാണ് അവസരം. പിന്നത്തേക്ക് ഒരു നഷ്ടമാണ്. ദീനിന്റെ വഴിയുടെ ത്യാഗം, കഷ്ടപ്പാട് ഏറ്റവും ആവശ്യമായ സമയമാണ്. ദീനി പരിശ്രമത്തിൽ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അള്ളാഹു നമ്മളെ തിരഞ്ഞെടുത്തു. അള്ളാഹു മുന്നിൽ കൊണ്ടുപോകുന്നു. ഇനി നമ്മൾ മുന്നോട്ട് പോകണം. അതിന് ത്യാഗമാണ് ആവശ്യം.
നമ്മുടെ സമയം ചെലവഴിക്കണം, നമ്മുടെ സമ്പത്ത് ചെലവഴിക്കണം, നമ്മുടെ ആരോഗ്യം ചെലവഴിക്കണം. ഇത് ചെലവഴിക്കാതെങ്കിലും അവനെ പറഞ്ഞതുപോലെ നമ്മൾ ഇരുന്നതിന്റെ പേര് നമുക്ക് ഒരിക്കലും വീഴ്ചയുണ്ടാവില്ല. നമ്മുടെ ഭാരതത്തിലൂടെ ചലനത്തിലൂടെ നമുക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. നമ്മളിൽ മാറ്റം ഉണ്ടാകും, നമ്മൾ സഞ്ചരിക്കുന്ന വഴികളിൽ മാറ്റം ഉണ്ടാകും, നാടുകളിൽ മാറ്റം ഉണ്ടാകും. കുഫ്രില്ലാതാകാൻ കാരണമായിരിക്കും, പാപമില്ലാതാകാൻ കാരണം ഹക്ക് നിലനിൽക്കുന്നത് ത്യാഗത്തിലൂടെയാണ്. ബാക്കി നിലനിൽക്കുന്നത് സുഖങ്ങൾ കൂടിയാണ്. ഹക്ക് ത്യാഗത്തിലൂടെ മാത്രം നിലനിൽക്കുള്ളൂ. ലോകത്ത് ബാക്കി ഇല്ലാതായ ചരിത്രം മുസ്ലിമുകൾ ത്യാഗത്തിന്റെ കാലഘട്ടത്തിലാണ്. ലോകത്ത് ബാക്കി വർദ്ധിച്ച് ഉയർന്ന തലത്തിലെ കാലഘട്ടം മുസ്ലിമുകൾ ആഡംബരത്തിലേക്ക് തിരിച്ച കാലഘട്ടമാണ്. അവിടെ അള്ളാഹു ഈ കാലഘട്ടം നമുക്ക് നമ്മുടെ ഉത്തരവാദിത്തം പൂർത്തിയാക്കേണ്ട കാലഘട്ടമാണ്. അവിടെ ആഗ്രഹം വെച്ച് നീയത്ത് വെച്ച് നമുക്ക് ഈ അവസരത്തെ പ്രയോജനപ്പെടുത്തി ഇനി ഈ കാലഘട്ടത്തിൽ നമ്മളാണ് ഉത്തരവാദികൾ. അടുത്ത കാലഘട്ടത്തിൽ നമ്മൾ ചോദിക്കുകയില്ല, കഴിഞ്ഞ കാലഘട്ടത്തിൽ നമ്മൾ ചോദിക്കുകയില്ല. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഈ നിമിഷം ഉത്തരവാദികളാണ്. ജീവിച്ചാൽ ഓരോരുത്തരും ചോദിക്കപ്പെടും. ഉത്തരവാദിത്വം അത് പൂർത്തിയാക്കേണ്ടതാണ്. അത് ഹിമ്മത്തായി നീയത്ത് വെച്ച് അള്ളാഹു നൽകിയ അവസരത്തെ പ്രയോജനപ്പെടുത്തി ആഗ്രഹം വെച്ച് ഈ മുഹറം മാസത്തിൽ മുസ്ലിം വർഷത്തിൽ തുടക്കമാണ്. തുടക്കത്തിലുള്ള നീയത്ത് അള്ളാഹു കബൂലാക്കും. ഒരാളുടെ ജുമാ ശരിയായാൽ അയാൾ അടുത്ത ജുമാ വരെ ശരിയാകും. ഒരാളുടെ സുബഹി ശരിയായാൽ അടുത്ത ളുഹർ വരെ ശരിയാകും. ഒരാളുടെ റമദാൻ ശരിയായാൽ അടുത്ത റമദാൻ വരെ ശരിയാകും. ഇതുപോലെ മുഹറം തുടക്കമാണ് വർഷത്തിൽ. ഈ തുടക്കത്തിൽ നല്ലൊരു നീയത്ത് വെച്ചാൽ ഹിമ്മത്ത് വെച്ചാൽ ഈ വർഷം മുഴുവൻ അവസരങ്ങൾ തുറന്ന് മുഹറം മാസം നീയത്ത് വെക്കാൻ പറ്റിയ മാസമാണ്. അള്ളാഹുവിന്റെ സഹായത്തിന്റെ മാസമാണ്. സഹാബാക്കളുടെ ത്യാഗത്തിന്റെ മാസമാണ്. ഹിമ്മത്തിന്റെ ആഗ്രഹം വെച്ചാൽ എണീറ്റ് പേര് പറയും.